ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ബ്രേക്കിംഗ് അവേഴ്സിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അഗ്നിപഥിൽ പ്രതിഷേധം ശക്തമായതോടെ കൂടുതൽ ഇളവുകളുമായി കേന്ദ്ര സർക്കാർ. ആദ്യ ബാച്ചിൽ പ്രായപരിധി 26 വയസ്സായി വർദ്ധിപ്പിക്കും. പദ്ധതി പ്രകാരം സൈനിക സേവനം പൂർത്തിയാക്കുന്നവർക്ക് അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ 10% സംവരണവും ഏർപ്പെടുത്തും. അതിനിടെ പദ്ധതിക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ബന്ദ് പുരോഗമിക്കുകയാണ്. ബക്സറിൽ പ്രതിഷേധക്കാർ റെയിൽവേ ട്രാക്കിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സേനാ മേധാവികളെ കാണും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നൊപ്പം തന്നെ ബൽറാം നെടുങ്ങാടി ബീഹാറിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ ഈ ജനരോഷത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ചില ഇളവുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പദ്ധതിയിൽ എന്ത് മാറ്റമാണ് പുതുതായി കേന്ദ്രം വരുത്തിയിരിക്കുന്നത്? ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നതിൽ ഒരു മാറ്റവും ഇല്ലല്ലോ, അല്ലേ? ഗോപി, പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നിലവിലുള്ള സാഹചര്യത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 വർഷത്തെ ഇളവ്. ആദ്യ വർഷം ഈ അഗ്നിപഥ് പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷ സമർപ്പിച്ച് ഇതിൻ്റെ ഭാഗമാകുന്നവർക്ക് 5 വർഷത്തെ വയസ്സിളവ് നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ, അത് കേന്ദ്ര സായുധ പോലീസ് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ 10%, അസം റൈഫിൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ 10% സംവരണം ഈ അഗ്നിവീരന്മാർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ 4 വർഷത്തെ സേവനം പൂർത്തിയാകുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുക. ഇതൊരു സംവരണത്തിന്റെ രൂപത്തിൽ തന്നെ ലഭ്യമാകുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടക്കും എന്നതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രഖ്യാപനം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ജോലി സ്ഥിരത ഇല്ലാതായി മാറുന്ന വിധത്തിലേക്ക് സൈനിക സേവനത്തെ കൊണ്ടെത്തിക്കുന്നു ഈ അഗ്നിപഥ് പദ്ധതി എന്നതാണ്. ആ പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിലാണ് ഈ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ച് 4 വർഷത്തെ സേവനത്തിന് ശേഷം 25% ആളുകൾ ഒഴിച്ച്, അഥവാ അഗ്നിവീരന്മാർ ഒഴിച്ച് മറ്റുള്ളവർക്ക് വിരമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആകും ഉണ്ടാവുക. അവർക്ക് ആയിരിക്കും ഈ 10% കേന്ദ്ര സായുധ പോലീസിൽ അടക്കം സംവരണമായി ലഭിക്കുക, അസം റൈഫിൾസിലടക്കം ഭാഗമാകാൻ സാധിക്കുക. ഒപ്പം കേന്ദ്ര സർക്കാർ സർവീസുകളിലും ഒപ്പം സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനടക്കമുള്ള ധനസഹായത്തിനും ഒക്കെയുള്ള അർഹത കൂടി ലഭ്യമാകുന്ന വിധത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഇപ്പോൾ പോകുന്നത്. നടപടികളുമായി ഈ പദ്ധതിയുടെ നേരത്തെ പദ്ധതിയിലുണ്ടായിരുന്ന രൂപരേഖയിൽ വലിയ മാറ്റങ്ങളൊന്നും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ലല്ലോ ആർക്കെ. മാത്രമല്ല, കരസേന മേധാവി ഇന്നലെ പറഞ്ഞത് ഈ പദ്ധതിയും ഈ വിജ്ഞാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. അത് കഴിഞ്ഞ് അതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കും. ഡിസംബറിൽ ഈ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുന്ന തരത്തിലാണല്ലോ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനപരമായി ഈ പദ്ധതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലല്ലോ. ശരിയാണ്, ഗോപി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. ഇന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു 2 ദിവസത്തിനുള്ളിൽ ഈ വിജ്ഞാപനം പുറത്തിറങ്ങും. ആദ്യ റിക്രൂട്ട്മെന്റിനായിട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഈ മാസം 23 മുതൽ തന്നെ ഈ റിക്രൂട്ട്മെന്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിലപാടിൽ കേന്ദ്ര സർക്കാർ വെള്ളം ചേർക്കുന്നില്ല. പകരം ഇപ്പോഴുള്ള സാഹചര്യത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഏതായാലും പദ്ധതിക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ തണുപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് ബീഹാറിൽ നിന്ന്. ബൽറാം, ഇന്ന് ബീഹാറിലെ അവസ്ഥ എന്താണ്? ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. 10-ലധികം ട്രെയിനുകൾ അവിടെ കത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിലവിലെ സ്ഥിതി എന്താണ് ബീഹാറിൽ, ബൽറാം? ഉന്മേഷ്, ഗോപികൃഷ്ണൻ, ഇന്ന് ബീഹാറിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് ഈ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഐസ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദിന് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ RJDയും ഭരണകക്ഷിയുടെ ഭാഗമായ ജിതിൻ റാം മാഞ്ചിയുടെ HAMഉം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണ രീതിയിൽ തന്നെയാണ് ഇന്ന് ബീഹാറിലെ പാട്ന നഗരത്തിലുള്ള ജനജീവിതം. വാഹനങ്ങളെയോ പൊതുജനങ്ങളുടെ ജീവിതത്തെയോ ഈ ബന്ദ് കാര്യമായി ബാധിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്നുള്ളതാണ്
നഗരങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് സമാധാനപരമായ സാഹചര്യം തന്നെയാണ് ഇന്നുള്ളത്. ഇന്നലെ രാവിലെ 6 മണി മുതൽ തന്നെ പ്രതിഷേധം തുടങ്ങിയെങ്കിലും ഇന്ന് ചിലയിടങ്ങളിൽ നിന്നും മാത്രമാണ് പ്രതിഷേധത്തിൻ്റെ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ജഹാനാബാദിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ട്. അവിടെ പൊതുജനങ്ങൾക്ക് നേരെ യാത്രാ ബസ്സുകൾക്കും അതോടൊപ്പം തന്നെ ട്രക്കുകൾക്ക് നിർത്തിയിട്ടിരുന്ന ട്രക്കുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. നിരവധി ബസ്സുകളും ട്രക്കുകളും കത്തിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പ്രദേശത്ത് കേന്ദ്രസേന എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇപ്പോൾ ജഹാനാബാദിൽ നിയന്ത്രണ വിധേയമാണ്. അതേസമയം ബക്സറിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒരു സംഘം 50ഓളം പ്രതിഷേധക്കാർ എത്തി റെയിൽവേ ട്രാക്കിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച ഒരു സാഹചര്യമാണ് ഈ ബക്സറിൽ നിന്നും പുറത്തു വരുന്നത്. മറ്റിടങ്ങളിൽ ഏതാണ്ട് ഇപ്പോൾ ജനജീവിതം സാധാരണ നിലയിലാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം 15 ജില്ലകളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് 2 ദിവസത്തേക്ക്. അതുകൊണ്ട് തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വരാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബീഹാറിൽ പ്രധാനമായും പട്നയിൽ ഇന്ന് നിരവധി പാർട്ടികൾ RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഒരു റാലി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 12:30യോടുകൂടിയാണ് ഈ റാലി പട്ന നഗരത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ നിയന്ത്രണാതീതമാണ്. മാത്രമല്ല ജനപ്രതിനിധികൾക്ക് നേരെ, പാർട്ടി ഓഫീസുകൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനം ഒരു വാൻഡലൈസ് ചെയ്യുകയാണ്, അതായത് തെരുവിലിറങ്ങി അക്രമം നടത്തുകയാണ്, കലാപത്തിനുള്ള ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഈ ബീഹാറിൽ ഈ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? മാത്രമല്ല നിതീഷ് കുമാർ ഈ കാര്യത്തിൽ വിയോജിപ്പുള്ള ആളാണെന്ന് അറിയുന്നു. NDAയുടെ സഖ്യകക്ഷിയായിരുന്നതാണ് JDU. അപ്പോൾ ഇതിനകത്ത് ഇതിലെ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ് ബീഹാറിൽ ഇപ്പോൾ ഉള്ളത്? ഗോപീഷൻ, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ഭരണകക്ഷിയിലെ പ്രബല വിഭാഗം, അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ JDU ഉൾപ്പെടെ ഈ ബന്ദിന് പിന്തുണ ഇല്ലെങ്കിൽ പോലും ഈ പ്രതിഷേധക്കാർക്ക് ഒപ്പമാണ് മാനസികമായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ JDU ദേശീയ അധ്യക്ഷൻ രാജീവ് രഞ്ജൻ ഈ പദ്ധതി, അഗ്നിപത് പദ്ധതി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. JDUവിൻ്റെ ദേശീയ വക്താവ് KC ത്യാഗിയും ഈ ആവശ്യം തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സമാനമായി ബീഹാർ സർക്കാരിൻ്റെ ഭാഗമായ HAM-ഉം ഇന്നത്തെ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ ആകട്ടെ ഈ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തടയാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ദാനാപൂർ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയുണ്ടാവുകയും ട്രെയിനുകൾക്കുൾപ്പെടെ തീ കത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒന്നും തന്നെ ഇവരെ ബലപ്രയോഗത്തിലൂടെ തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ പ്രതിഷേധക്കാരെ ബോധവൽക്കരിച്ച് തിരിച്ചയക്കാനുള്ള ശ്രമം മാത്രമാണ് ഉണ്ടായത്. ഈ എങ്ങനെ നേരിടണം പ്രതിഷേധക്കാരെ എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സർക്കാരിന് കൃത്യമായി ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ്. നമുക്ക് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്നയിലെ ഒരു ജംഗ്ഷനാണ് ഇത്. ഇവിടെ പോലും കാര്യമായ സുരക്ഷ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ കലാപ സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും വലിയൊരു പോലീസ് സുരക്ഷ എവിടെയും ദൃശ്യമല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ബീഹാറിൽ ഈ പ്രതിഷേധം പലപ്പോഴും അക്രമാസക്തമാകുന്നു എന്നുള്ളത് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതുകൂടി പറയേണ്ടി വരും. കൂടാതെ ഈ വലിയ ആൾക്കൂട്ടമാണ് ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ ആഹ്വാനം അനുസരിച്ചല്ല പലയിടങ്ങളിലായി എത്തുന്ന യുവജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി എത്തുകയും പെട്ടെന്ന് അക്രമാസക്തരായി കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. BJP ആണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഉപമുഖ്യമന്ത്രി രേണു ദേവിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സമാനമായി BJP ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഒരു പാർട്ടിയെ ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങളായി ഈ പ്രതിഷേധം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ കൈവിട്ട ഒരു ആക്രമണത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യവുമുണ്ടായി. റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുന്ന ഈ ആരയിൽ റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ച ഈ പ്രതിഷേധക്കാർ റെയിൽവേയുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 3 ലക്ഷത്തോളം രൂപ കവർന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമാനമായി ഈ പ്രതിഷേധക്കാർ എവിടെ നിന്ന് എപ്പോൾ പൊട്ടിപ്പുറപ്പെടുമെന്നോ എങ്ങനെ നിയന്ത്രിക്കും എന്നോ പറയാത്ത ഒരു സാഹചര്യമാണ് പോലീസിന് ഉള്ളത്. ബൽറാമിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ഈ നിമിഷം വരെ ശാന്തമാണ് പട്നയിൽ എന്നാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ കൂടി തുടരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞിട്ടുണ്ട്. കർഷക സമരങ്ങളുടെ ഭാഗമായി ആ നിയമത്തിൽ നിന്ന് എങ്ങനെ കേന്ദ്രത്തിന് പിന്നാക്കം പോകേണ്ടി വന്നു, അതുപോലെ തന്നെ
ഈ അഗ്നിപഥിന്റെ കാര്യത്തിലും സംഭവിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത്തരം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ ആർക്കെ? ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അന്തിമമായിട്ട് ഈ പ്രക്ഷോഭം ഏത് വിധത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നിലനിൽക്കുന്നു എന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം. ഇത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവുക. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തീരുമാനത്തെ അഗ്നിപഥ് പദ്ധതിയെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കാർഗിൽ യുദ്ധസമയത്തെ റിപ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അതിനെ സ്വീകരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുകയും ഒപ്പം യുവാക്കളെ ഞാൻ ആർക്കെയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന, തലസ്ഥാന നഗരിയിൽ നടക്കുന്ന പ്രതിഷേധമാണ്. അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപക സ്വഭാവം കൈവന്നിരിക്കുന്നു. ഒരു രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ സ്വഭാവം കൈവരിക്കുകയാണ് എന്ന് തോന്നിക്കുമാറാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ കൂടി പ്രതിഷേധങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. മറ്റു പലയിടങ്ങളിലും അതിൻ്റെ ഒരു അക്രമ സ്വഭാവം കൈവന്നു കഴിഞ്ഞു. കലാപത്തിന്റെ രൂപത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ മാറിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അനുവദിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് യുവാക്കൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് ഈ കണ്ടക്ട് ആർമി CE എക്സാം എന്ന് ബോർഡ് എഴുതിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ പരീക്ഷകൾ നടത്താത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കുന്നു. സമാന സ്വഭാവത്തിലുള്ള ഒരു പ്രതിഷേധം കോഴിക്കോടും രൂപം കൊള്ളുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ആർമി റിക്രൂട്ട്മെന്റ് എൻട്രൻസ് എക്സാം നടത്താത്തതിനെതിരെയാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നത്. അഗ്നിപഥ് പദ്ധതി തങ്ങളുടെ ഭാവി ഇല്ലാതാക്കും എന്ന ആശങ്കയിൽ നിന്നാണ് ചെറുപ്പക്കാർ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ചെറുപ്പക്കാർക്കെതിരായിട്ടുള്ള ഒരു നീക്കമായി രാഹുൽ ഗാന്ധി ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക നിയമം പിൻവലിക്കേണ്ടി വന്നത് എങ്ങനെയാണോ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമ്മർദ്ദത്തിലേക്ക് കേന്ദ്ര സർക്കാർ വീഴാൻ പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ പ്രതികരിച്ചത്. നമുക്ക് അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം. പട്നയിൽ നിന്നും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധ റാലിയാണ്. ആർമി റിക്രൂട്ട്മെന്റ് എൻട്രൻസ് പരീക്ഷ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യം. ഈ പരീക്ഷ 6 തവണ മാറ്റിവെച്ചു. ഇനി വൈകിക്കൂടാ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രതിഷേധ റാലിയുമായി ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. സമാന രീതിയിൽ കോഴിക്കോടും പ്രതിഷേധമുണ്ട്. അഗ്നിപഥ് പദ്ധതി വരുമ്പോൾ അത് തങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കും എന്നാണ് ഉദ്യോഗാർത്ഥികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം എന്നവർ പറയുന്നു. റിക്രൂട്ട്മെന്റ് എൻട്രൻസ് എക്സാം വളരെ വേഗത്തിൽ നടത്തണമെന്നവർ പറയുന്നു. ഈ പരീക്ഷ മാറ്റിവെച്ചു 6 തവണ എന്ന വാദം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഗ്നിപഥ് കൂടി വരുമ്പോൾ അത് പ്രതിസന്ധിയിലാക്കും തങ്ങളുടെ ഭാവിയെ എന്നാണ് ഉദ്യോഗാർത്ഥികൾ കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്കും ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാകുന്നത്. 2 ഇടങ്ങളിൽ, തിരുവനന്തപുരത്ത് അത് രാജ്ഭവനിലേക്കുള്ള മാർച്ച് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോടും ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇങ്ങ് കേരളത്തിൽ വരെ എത്തുന്നു. അഗ്നിപഥിനെതിരെ പ്രതിഷേധം കേരളത്തിലും എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. കാർഷിക നിയമത്തിനെതിരെ രൂപപ്പെട്ട പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും മാറുന്നുണ്ടോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ കലാപത്തിന്റെ സ്വഭാവം കൈവരിച്ചു കഴിഞ്ഞു ഈ പ്രതിഷേധങ്ങൾ. തെരുവിലിറങ്ങി പൊതു മുതൽ നശിപ്പിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പട്നയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി നൽകുന്ന വിവരമനുസരിച്ച് അതിനൊരു സവിശേഷമായ ഒരു രാഷ്ട്രീയ മാനം കൂടി കൈവന്നിരിക്കുന്നു. നിതീഷ് കുമാർ സർക്കാർ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും പ്രതിഷേധക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുന്ന ഒരു കാഴ്ച ബീഹാറിലുണ്ട് എന്നാണ് ബൽറാം നെടുങ്ങാടി നേരത്തെ പട്നയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിലവിലെ സാഹചര്യത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ പോലും അങ്ങിങ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ബീഹാറിൽ ഇപ്പോഴുമുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം കലാപം വ്യാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. തെലങ്കാനയിൽ പോലീസ് വെടിവെപ്പിൽ സിക്കന്ദരാബാദിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. അങ്ങനെ രാജ്യവ്യാപകമായി ഈ അഗ്നിപഥിനെതിരായിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രതിഷേധം ചൂടുപിടിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അതിന് പലയിടങ്ങളിലും കലാപത്തിന്റെ സ്വഭാവം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആർമി റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം, കമ്പൈൻഡ് എൻട്രൻസ് എക്സാം നടത്താത്തതിലുള്ള ചെറുപ്പക്കാരുടെ പ്രതിഷേധമാണ് കാണുന്നത്. അഗ്നിപഥ് പദ്ധതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ സൂചനയായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇത് രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണോ? ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഷഫീദ്?
ഉന്മേഷ്, രാജ്ഭവനിലേക്ക് നടത്തുന്ന മാർച്ചാണിത്. രാജ്യത്തെ മറ്റ് ചില സംസ്ഥാനങ്ങളിലുള്ളതുപോലെ തന്നെ കേരളത്തിലും അത്ര തീവ്രതയില്ലെങ്കിൽ പോലും അഗ്നിപഥത്തിനെതിരെയുള്ള പ്രതിഷേധം അത് കാര്യമായി തുടരുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് രണ്ടിടത്താണ് ഈ ഉദ്യോഗാർത്ഥികൾ മാർച്ച് നടത്തുന്നത്. ഒന്ന് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസിലേക്ക്, പൂജപ്പുരയിലെ ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസിലേക്കും അതേപോലെ തന്നെ ഈ രാജ്ഭവനിലേക്കും ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം അത് ഇവർ രാജ്ഭവനിലേക്ക് എത്തുന്നു. കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് CEE എക്സാം അത് നടത്തണം എന്നുള്ളതാണ്. ആർമി CEE എക്സാം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. മാത്രമല്ല ഈ ഉദ്യോഗാർത്ഥികളിൽ മുൻപ് പലതവണ ഈ പരീക്ഷയിൽ പങ്കെടുക്കുകയും പിന്നീട് അതിൽ അവർക്ക് ഈ പറയുന്ന ലിസ്റ്റിലേക്ക് കയറാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളടക്കം ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. മാത്രമല്ല ഇതിലെ സ്ട്രെങ്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഏതാണ്ട് 200-ലധികം ആളുകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും അവരുടെ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇവരോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടാം. നിങ്ങൾ പ്രധാനമായും എന്തിനാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾ CEE എക്സാം നടത്തണം. പിന്നീട് ഈ TOD എന്ന് പറഞ്ഞ കാര്യം 4 വർഷം കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അത് നിലവിൽ കൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. പെർമനന്റ് ആയിട്ട് നിയമനം പറഞ്ഞു. ഞങ്ങൾക്കും ഞങ്ങളുടെ ബാച്ചിന് താഴെയുള്ള ആളുകൾക്കും കറക്റ്റായിട്ട് പെർമനന്റ് നിയമനം തന്നെ വേണം. ഇപ്പോൾ നടക്കാതിരിക്കുന്ന 1.5 വർഷമായിട്ട് മുടങ്ങി കഴിഞ്ഞാൽ CEE എക്സാം നടക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഫിസിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോഴും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് TOD കൊണ്ട് ഒരു ഉപയോഗമില്ല. അവർക്കും പെർമനന്റ് നിയമനം, ഇനിയുള്ള ബാച്ചിലുള്ള എല്ലാവർക്കും TODക്ക് പകരം പെർമനന്റ് നിയമനമുണ്ട്. അതാണ് ഞങ്ങളുടെ ആവശ്യം. എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഏകദേശം ഒരു 100-800 പേര് മേലുണ്ട്. രാജ്ഭവനിലേക്കാണ് മാർ. ഇവിടെ കൂടാതെ നമ്മുടെ കോഴിക്കോട് ആ ഒരു ഭാഗത്തും നമ്മുടെ ഈ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഈ അഗ്നിപഥ് പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിലപാട്, അക്കാര്യത്തിൽ കൂടി ഇവരുടെ പ്രതികരണം തേടേണ്ടിയിരിക്കും. ഈ അഗ്നിപഥ് പദ്ധതിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അഗ്നിപഥ് വെറും 4 വർഷത്തെ പ്രകടനം മാത്രമാണ്. അതുകൊണ്ട് ഒരാൾക്ക് ദേശസ്നേഹം വളർത്താൻ പറ്റില്ല. ദേശസ്നേഹം എന്നത് മരിക്കും വരെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. ഓരോ പെർമനന്റ് ആയിട്ട് നിയമിക്കപ്പെടുന്ന ഓരോ പട്ടാളക്കാരും ഓരോ ബോർഡറിൽ നിൽക്കുമ്പോഴും അവൻ ഈ 4 വർഷത്തെ നിയമനം കൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പെർമനന്റ് നിയമനം മാത്രമാണ് ഏക ആശ്രയം. 4 വർഷം കൊണ്ട് വെറുതെ നമ്മുടെ ഒരു സാമ്പത്തിക സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഇന്നേ വരെ ഒരു പ്രതിപക്ഷ പാർട്ടി പോലും ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. നമ്മുടെ ഈ ആംഡ് ഫോഴ്സിനെ പ്രതിരോധ നിരക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലോ പെൻഷൻ കൊടുക്കുന്ന ഒരു എതിരഭിപ്രായം വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ നിയമനം? നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് താഴെ വരുന്ന ഓരോ ബസ്സിലെ ഓരോ ആൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുക. ഞങ്ങൾക്ക് ഏജ് ഓവറായ ഒരുപാട് പേരുണ്ട്. CEE എക്സാമിന് വേണ്ടിയിട്ട് എത്ര പേര് കാത്തിരിക്കുന്നുണ്ടോ? എത്ര പേര് കാത്തിരിക്കുന്നുണ്ടോ? ഏജ് ഓവറായ എത്ര പേര്? അത് കൂടാതെ ഇവിടുത്തെ റാലി കഴിഞ്ഞിട്ട് വെളിയിൽ പോയി റിലേഷൻ റാലിയിൽ ഓടിയിട്ട് കയറി എത്ര പേരുണ്ടെന്ന് പറയും. അവർ 3-4 റിലേഷൻ റാലി അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അവിടെ എല്ലാ C സർട്ടിഫിക്കറ്റ് NCC ഹാജരാക്കി ജോലി നിയമപ്രകാരം കിട്ടാനുള്ള ഒരാളാണ്. ഫിസിക്കലും മെഡിക്കലും പാസ്സായ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടിക്ക് ജോലി കൊടുക്കണമെന്ന് നിയമപരമായിട്ടുള്ളതാണ്. ഈ 1.5 വർഷ കാലയളവായിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് വഞ്ചിക്കുകയാണ് ഇവർ. ഇന്നേ സമയം നമ്മളെടുത്ത് പറയാണ് എക്സാം ക്യാൻസൽ ആയി എന്നുള്ളത്. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനപ്പുറം? ഈ കേരളത്തിൽ നടന്നതുപോലെയാണ് റിലേഷൻ റാലി 100 സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഊട്ടി, ബാംഗ്ലൂരിൽ തന്നെ 3 റെജിമെന്റ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. C സർട്ടിഫിക്കറ്റ് ജോലി നഷ്ടപ്പെട്ട ആൾ. C സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ട്രേഡിന് എക്സാം എഴുതണ്ട. അവർ ഇത് പ്രതീക്ഷ എത്ര പേര് വീട്ടിലിരിപ്പുണ്ടെന്നറിയോ? CEE എക്സാം എഴുതാതെ NCC അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി NCC C സർട്ടിഫിക്കറ്റ് RD സർട്ടിഫിക്കറ്റ് അതുണ്ടായിട്ട് എത്ര പേര് വീട്ടിൽ? ഇവരോടൊക്കെ എന്ത് സമാധാനം പറയാനാണുള്ളത്? എന്ത് സമാധാനം? തന്നെ എക്സാം ഈ നിയമം വരുന്നതിന് മുമ്പ് റിലേഷൻ അവിടെ തന്നെ 4 മാസം. ഏതായാലും ഇത്തരത്തിലാണ് ഇവരുടെ പ്രതിഷേധം. ഇതുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് 9ാമത്തെ റാലിയാണ് തിരുവനന്തപുരത്ത് ഓടിയത്. ഞാൻ മൊത്തം 8 റാലി ഓടിയത്. തിരുവനന്തപുരത്ത് 9ാമത്തെ റാലി ഓടിയത്. ഓട്ടോ, ഫിസിക്കലും മെഡിക്കലും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് എക്സാം വീട്ടിൽ എനിക്ക് ഏജ് ഓവറായിട്ടാ 23 വയസ്സായി. ഇനി എനിക്ക് പറ്റില്ല. 1.5 വർഷമായി വെയിറ്റ് ചെയ്യണേ. എനിക്ക് എക്സാം വേണ്ടി നാട്ടുകാരെ കുത്തിപ്പറിച്ചില്ല, ഒറ്റപ്പെടുത്തില്ല, എന്തൊക്കെ കേൾക്കണതിനറിയോ? ഇതിന് മുന്നിലാണ്ടറിയോ? അഫിഡവിറ്റ്, നാറ്റിവിറ്റി, ഇൻകം, കാസ്റ്റ്, അൺമാരീഡ്, ക്ലിയറൻസ് ഇതൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് വേണം ഞാൻ ആ ടിക്കറ്റ് തരാം. ഇത് നിന്നിലാട്ടെ ഈ റാലിയില് എനിക്ക് പാസ്സായാലും ഞാൻ ചത്തുകളയും. കേന്ദ്രങ്ങളുടെ മുന്നിൽ ചത്തുകളയും ഉറപ്പാ. ഇതാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. നമ്മൾ ഇപ്പോൾ കണ്ട വളരെ വൈകാരികമായ രീതിയിലുള്ള പ്രതിഷേധം
ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കാര്യവട്ടം ഗ്രീൻഫീൽഡിലടക്കം നടന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലികളിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്ക, ആ ആശങ്ക പരിഹരിക്കാൻ ഒരു അടിയന്തര നടപടി വേണം. ഏറ്റവും ഒടുവിൽ നമ്മളോട് സംസാരിച്ച ആ ഉദ്യോഗാർത്ഥിയും പറയുന്നത് ഏതാണ്ട് 8 തവണയോളം അദ്ദേഹം ആർമി റാലിയിൽ പങ്കെടുത്തു. പക്ഷേ ഇതുവരെയും അദ്ദേഹത്തിന് ഒരു കാര്യക്ഷമമായിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ, ഈ രീതിയിലുള്ള ആശങ്കകളാണ് ഈ ഉദ്യോഗാർത്ഥികൾ കാര്യമായി പ്രകടിപ്പിക്കുന്നത്. ഏതായാലും രാജ്ഭവനിലേക്ക് ഉറച്ചതും വൈകാരികവുമായ വാക്കുകളിലാണ് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാം CE എക്സാം നടത്താത്തതിൽ ഉള്ള പ്രതിഷേധം ചെറുപ്പക്കാർ പ്രകടിപ്പിക്കുകയാണ്. അഗ്നിപഥിനെതിരെ രാജ്യവ്യാപകമായി ഉയരുന്ന പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും വാലറ്റത്ത് ഒരു തുടർച്ചയെന്നോണം കേരളത്തിലും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ചെറുപ്പക്കാരുടെ റാലി. അതിനോടൊപ്പം തന്നെ കോഴിക്കോട്ടും ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാം നടത്താത്തതിലുള്ള പ്രതിഷേധവുമായി ചെറുപ്പക്കാർ തെരുവിലിറങ്ങുകയാണ്. രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിനോടൊപ്പം കേരളവും കണ്ണിചേരുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. കർഷക നിയമങ്ങൾ എങ്ങനെയാണോ പിൻവലിക്കപ്പെട്ടത്, അതുപോലെ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന് അഗ്നിപഥ് പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരും എന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. രാജ്യത്തെ ചെറുപ്പക്കാർക്കെതിരായി കൊണ്ടുവരുന്ന പുതിയ നീക്കം എന്ന നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അക്രമ സമരങ്ങൾ, സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഇന്നും കലാപാന്തരീക്ഷങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലും ബീഹാറിലും സിക്കന്ദരാബാദിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അക്രമങ്ങൾ നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇന്നും അവിടങ്ങളിൽ നടക്കുന്നുണ്ട്. പട്നയിൽ ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവിടെ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു മൗനമുണ്ട്. അത് പ്രതിഷേധത്തിന് അനുകൂലമായിട്ടുള്ള മൗനമാണ്. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. നിതീഷ് കുമാർ ഫലത്തിൽ ഈ സർക്കാരിന്റെ ഈ നീക്കങ്ങൾ അഗ്നിപഥ് പദ്ധതിയോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നില്ലെങ്കിൽ പോലും പ്രതിഷേധങ്ങൾക്ക് സർക്കാരിന്റെ മൗനാനുവാദവും പിന്തുണയുമുണ്ട് എന്നാണ് ബൽറാം നെടുങ്ങാടി പട്നയിൽ നിന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സംസ്ഥാനത്ത് കേരളത്തിൽ 2 ഇടങ്ങളിലാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തെ ദൃശ്യങ്ങൾ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം. കോഴിക്കോടും സമാന രീതിയിൽ ഈ കോമൺ എൻട്രൻസ് എക്സാം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടക്കുന്നുണ്ട്. സുദിഷ ധർമ്മൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. സുദിഷ, തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയാണ് ഉദ്യോഗാർത്ഥികൾ. കോഴിക്കോട് എവിടെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം? വിവരങ്ങൾ എന്തൊക്കെ സുദിഷ? ഉന്മേഷ്, അഗ്നിപഥ് മൂലം എൻട്രൻസ് എക്സാം മുടങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ കോഴിക്കോട് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ ഒരു മാർച്ച് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2021 ഫിസിക്കൽ എക്സാമും ഒപ്പം ആരോഗ്യ പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവർ. ഇവർക്ക് നടത്തേണ്ട എക്സാം 6 തവണയായി മാറ്റിവെക്കുന്നു. അതിനുശേഷം ഇതുവരെയും ഈ എക്സാം നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവേശന പരീക്ഷ നടത്തണം എന്നുള്ളതാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ ഒരാളോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. എന്താണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് വന്നത്? ഒപ്പം അഗ്നിപഥുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. മാഡം, അഗ്നിപഥ് അല്ല നമ്മുടെ കൺസേൺ. നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷവും ഏതാണ്ട് ഒരു 3 മാസമായിട്ട് ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ എക്സാം ഒരു തവണയല്ല മാറ്റുന്നത്, 6 തവണയാണ്. ഏപ്രിൽ 25-ന് ഫിക്സ് ചെയ്ത എക്സാം. നമ്മൾ ഫിസിക്കലും മെഡിക്കലും ഒക്കെ കഴിഞ്ഞ പിള്ളേരാണ്. കാര്യവട്ടത്ത് 2021 ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞത്. ഇതിപ്പോൾ കാലിക്കറ്റ് ARO, കാലിക്കറ്റ് ആർമി റിക്രൂട്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണ് ഈ നിൽക്കുന്നത്. ട്രിവാൻഡ്രം AROന്റെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും ഈ UP-ലോ ബീഹാറിലോ കാണുന്നതിന് തൊട്ട് അഗ്രസീവ് ആവില്ല. 100% പീസ്ഫുൾ ആയിരിക്കും. അത് നമ്മൾ ഉറപ്പിരുന്നതാണ്, നമ്മളെ സംഘാടകർ ഉറപ്പിരുന്നതാണ്. പിന്നെ പറയാനുള്ളത്, 6 തവണ മാറ്റി എന്ന് പറയുന്നത് അവസാനം മാറ്റിയത് നവംബറിലാണ്. ഏപ്രിലിൽ മാറ്റി, ജൂണിൽ മാറ്റി, ജൂലൈയിൽ മാറ്റി, ഓഗസ്റ്റിൽ മാറ്റി. അവസാനം മാറ്റിയത് നവംബറിലാണ്. നവംബർ 28-ന് പറഞ്ഞത് ഡ്യൂ ടു COVID-19 ഓൾ ട്രേഡ്സ് എക്സാം ആർ ക്യാൻസൽഡ്, ന്യൂ ഡേറ്റ് വിൽ ബി ഇനീഷ്യേറ്റഡ് എന്നാണ്. അപ്പോൾ ആ ഡേറ്റ് വന്നപ്പോൾ അവർ പറഞ്ഞത് കാത്തിരിക്കാനാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിന് കാത്തിരിക്കും. ഏതാണ് നമ്മൾ കാത്തിരുന്നു. സാമ്പത്തിക നഷ്ടമുണ്ട്, സമയനഷ്ടമുണ്ട്. അതൊന്നും കണക്കാക്കാതെ ഇപ്പോൾ ട്രൈ സർവീസ് മേധാവികൾ, ആർമി, നേവി, എയർഫോഴ്സിന്റെ മേധാവികൾ പറയുകയാണ് നമ്മളെ എക്സാം ക്യാൻസൽ ആക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് 60-ഓളം സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ തന്നെ നടന്നു. ഞങ്ങളൊരിക്കലും സൂയിസൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഈ CE എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മാത്രമാണ് ഞങ്ങൾ ആവശ്യം. ഒരിക്കലും TODക്ക് എതിരല്ല, ഗവൺമെന്റിനെതിരല്ല. ഞങ്ങളുടെ അവകാശങ്ങൾ 2 സ്റ്റേജ് കഴിഞ്ഞു, അവസാനത്തിന് കാത്തിരിക്കാനും പറഞ്ഞു. എന്നിട്ട് പെട്ടെന്നൊരു ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോൾ അത്
വളരെയധികം മാനസിക ആഘാതത്തിലേക്ക് നയിക്കും. ഇന്നിപ്പോ നിങ്ങൾ ഇത്തരത്തിലൊരു സമാധാനപരമായിട്ടുള്ള റാലി കണ്ടക്ട് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് തുടർന്നുള്ള സമര പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇത് വന്നിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണോ അതിനുശേഷം മാത്രമേ ചർച്ച ചെയ്യുന്നു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട്, അതായത് പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തിലുണ്ട്. എയറാണ് കേരളത്തിലുള്ളത്, എയറോ കാലിക്കറ്റ്, എയറോ ട്രിവാൻഡ്രം. എറണാകുളം ജില്ലയ്ക്ക് മുകളിലുള്ള എല്ലാ ജില്ലകളും എയറോ കാലിക്കറ്റ് അണ്ടറിലും, എറണാകുളം ജില്ല തൊട്ട് അതിന്റെ താഴെയുള്ളെല്ലാം ട്രിവാൻഡ്രം എയറോ അതിലാണ് പെടുന്നത്. ഉന്മേഷ്, അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ ഇത്തരത്തിൽ തെരുവിൽ ഇറങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് സമാധാനപരമായി ഒരു മാർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള, മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഉന്മേഷ്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും പ്രതിഷേധങ്ങളാണ്. 2 ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് കോഴിക്കോട്ടും മറ്റൊന്ന് തിരുവനന്തപുരത്തും. കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും 2ആയി വിഭജിച്ചുകൊണ്ടാണ് ഈ 2 ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് കീഴിൽ അവർ വരിക. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് എറണാകുളം മുതൽ വടക്കൻ മേഖലകളിലുള്ള ജില്ലകളിലെ അംഗങ്ങളും തിരിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധത്തിൽ തിരുവനന്തപുരം AROയ്ക്ക് കീഴിലുള്ള തെക്കൻ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 6 തവണ മാറ്റിവെച്ച ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാം അത് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ രംഗത്തുള്ളത്. അഗ്നിപഥ് പദ്ധതി നടപ്പാക്കുന്നതിനായിട്ടുള്ള ശക്തമായ വികാര പ്രകടനം കൂടിയായി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ഈ റാലികൾ മാറുന്നുണ്ട്. 6 തവണ മാറ്റിവെച്ച ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തങ്ങൾ കാത്തിരുന്നത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഉദ്യോഗാർത്ഥികൾ ഉയർത്തുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങളിലേക്കും അഗ്നിപഥ് പദ്ധതി വഴിവെക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടാകുന്നു. അക്രമ സ്വഭാവത്തിലല്ല, ശാന്തമായി സമാധാനമായി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഏതായാലും തിരുവനന്തപുരത്തും കോഴിക്കോടും അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ബ്രേക്കിംഗ് ഹവേഴ്സ് പരിശോധിക്കുന്നത്. രാജ്യത്തെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും അതോടൊപ്പം തന്നെ ഇവിടെ സിക്കന്ദരാബാദിലും ഒക്കെ ശക്തമായ പ്രതിഷേധങ്ങളും അക്രമങ്ങളും അരങ്ങേറുന്ന പശ്ചാത്തലത്തിൽ അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ ഇനി എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുക? കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇനി എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത്? ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണ് ബ്രേക്കിംഗ് ഹവേഴ്സ് ചെയ്യുന്നത്. അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിലും പ്രതിഷേധം ഇപ്പോൾ പ്രകടമായിരിക്കുന്നു. കേന്ദ്ര സർക്കാരാകട്ടെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറിയ ചില ഇളവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഈ പദ്ധതിയുമായി മുന്നോട്ട് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ബീഹാറിലെ പട്നയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, തിരുവനന്തപുരത്തെ പ്രതിഷേധക്കാർക്ക് മുൻപിൽ നിന്ന് ഷഫീദ് റാവുത്തർ, കോഴിക്കോടും പ്രതിഷേധമുണ്ട്. അവിടെ നിന്ന് സുധീഷ ധർമ്മനും വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം നെടുങ്ങാടിയിലേക്ക് ആദ്യം പോകുന്നു. ബൽറാം, ഈ പട്നയിൽ ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് പട്നയിൽ നൽകാനുള്ള വിവരങ്ങൾ? ബൽറാം. ഉന്മേഷ് ഗോപികൃഷ്ണൻ, ഇന്ന് ബീഹാറിൽ ബന്ദ് ആചരിക്കുകയാണ് അഗ്നിപഥ് പദ്ധതിക്ക് എതിരായി. ഇപ്പോൾ പട്നയിലെ ടാക് ബംഗ്ല ചൗക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ പപ്പു യാദവിന്റെ ജനഅധികാർ പാർട്ടി നടത്തുന്ന പ്രതിഷേധ പ്രകടനം ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രതിഷേധത്തിനിടെ തന്നെ സംഘർഷം ഉണ്ടായിരിക്കുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാർ ഈ കടകൾക്ക് നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ഇപ്പോൾ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് പട്നയിലെ തന്നെ പ്രധാന കവലയാണ് ടാക് ബംഗ്ല ചൗക്ക്. ഇവിടെ ഈ കവല ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെ ഇന്ന് പലയിടത്തായി സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ RJDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു മുമ്പാണ് ജനഅധികാർ പാർട്ടിയുടെ പ്രതിഷേധം ഇപ്പോൾ ഈ പ്രധാന കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പപ്പു യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വേദിയായത്. ഇന്ന് ബന്ദിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. എങ്കിൽ പോലും 2 ഇടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു.
ബക്സറിലും ജഹാനാബാദിലുമാണ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾക്ക് നേരെ തീ കത്തിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. കൂടാതെ റെയിൽവേ ട്രാക്കുകളിൽ തീ കത്തിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാക് ബംഗ്ല ചൗക്കിലെ പ്രധാന നാൽക്കവല അത് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പു യാദവ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ഇവിടെ എത്തുകയാണ്. ഈ പ്രതിഷേധത്തിന് നേരിട്ട് തന്നെ നേതൃത്വം നൽകുകയാണ്. പ്രധാന കവലകൾ ഉൾപ്പെടെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾക്കൂട്ടങ്ങളുടെ പ്രതിഷേധങ്ങൾ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് അത് രാഷ്ട്രീയ സ്വഭാവം തന്നെ കൈവന്നിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളാണ് ഈ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. RJD കൂടാതെ CPI, CPIM, CPIML ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബന്ദിന്. ഇതുകൂടാതെ ഭരണകക്ഷിയുടെ ഭാഗമായ ജിതിൻ റാം വാഞ്ചിയുടെ HAM-ഉം ഈ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. പപ്പു യാദവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം. पार्टी है, सारे स्टूडेंट हैं। कहाँ से ले आते हैं आप हर बार हर तरह के? सर पूरा बिहार में स्टूडेंट है सर, पूरे बिहार में यूथ है। स्वतः ये आंदोलन है। आप मारोगे 16 करोड़ नौकरी आप खा गए, जुमलाबाजी नहीं थी। आपने बोला लॉकडाउन के बाद सबको मिलेगा, 48 लाख लोगों को मार दिया। पदयात्रा पैदल कोरोना में 7,000 बिहारियों को आपने मार दिया। हम जानना चाहते हैं इनसे ना कि 48 करोड़ किसानों को मारा, मजदूरों को मारा, आपकी ही पॉलिसी क्यों हो? पॉलिसी जो है क्या लग रहा है ये सर अग्निपथ पॉलिसी, इसके पहले जितने सैनिक थे क्या वो भारत की सुरक्षा में सबसे ज्यादा जान नहीं गंवाए? वो अग्निपथ नहीं थी, अग्निवीर नहीं था। आप क्या दिखाना चाहते हो? आप 67 लाख नौकरी वैकेंसी है, 4 लाख लगभग 2 लाख लगभग आर्मी में, 67-70 हज़ार 85 हज़ार इसमें उसमें। आप हमको बताओ ना, आप सोए हुए कहाँ से? लग रहा है कि एक और एवेन्यू बन गया, एक और अपॉर्चुनिटी। मुझको तो समझ में नहीं आता है कि तो नेताओं को 100 साल का एवेन्यू क्यों है? उसको भी वीर बनाओ, 8 साल में रिटायर करो PM और CM को। हम सीधा जानना चाहते हैं किसी भी कीमत पर। हम इतना जानना चाहते हैं, पेंशन नेताओं को क्यों, पदाधिकारियों को पेंशन क्यों? अरबों रुपया लूटता है, AC में रहता है, उसको ट्रेन फ्री। आपको याद क्यों नहीं? सर आपको तो पप्पू यादव के बारे में पता ही नहीं है। सदन में कई बार उठा चुका हूँ, एक बार नहीं। और हम तनख्वाह नहीं उठाते हैं जनाब। आप पप्पू यादव के बारे में हम आप लोग नहीं हैं, हम आप लोग नहीं हैं सर, हम आप लोग नहीं हैं, हम और नेता नहीं हैं सर। जितने नेताओं की औकात होगी उतना बांटता हूँ। उसको आप जायज मानते हैं या गलत मानते हैं? सर हिंदू मुसलमान में लाखों लोग मरे थे, जायज था। मंडल कमंडल में लाखों लोग मरे थे, जायज था। स्वर्ण आरक्षण में लाखों लोग मरे थे, जायज था। जाट आंदोलन में जायज था, गुजर आंदोलन में जायज था, मंडल कमंडल में जायज था, ये नूपुर के हिंसा में जायज था, हिंदू मियाँ के हिंसा में जायज था, भूमिहार बाबा न भूराबाल के हिंसा में जायज था। मतलब नेता कोई कुकर्म करे सत्ता के लिए वो जायज, और किसान करे नहीं। मैं कोई जस्टिफाई नहीं कर रहा हूँ। कभी आप किसान को गाली देते हैं, कभी जवान को। मैं ये जस्टिफाई नहीं करूंगा कि वो ट्रेन चलाए। ये मानते हैं कि दबाव में अगर केंद्र सरकार किसान आंदोलन जो हुआ था उसमें अगर फार्म लॉस को वापस ले सकती है तो एक बार फिर आप लोग दबाव बना करके चाहते हैं? सर आप 25,000 पेंशन करो, और हमारे भीतर जो हम 4 साल हम टाइम पास करेंगे, मरेंगे नहीं, क्योंकि हमारे പട്നയിൽ പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയാണ്. വീണ്ടും പട്നയിൽ പപ്പു യാദവിന്റെ പാർട്ടി പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ ബീഹാറിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു 24/9. ബൽറാം, ഇപ്പോൾ ഇന്ന് പട്ന ഏറെക്കുറെ ശാന്തമായിരുന്നു തുടക്കത്തിൽ. ബൽറാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും കലാപ കലുഷിതമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ പട്നയിൽ? ബീഹാർ സർക്കാർ പൂർണ്ണമായും ഈ അക്രമങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും പ്രതിഷേധത്തിന് മൗനമായ പിന്തുണയുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ പട്നയിൽ സംഭവിക്കുന്നത്? ബീഹാറിന്റെ ഇതര മേഖലകളിലെ അവസ്ഥ എന്താണ്? ഗോപികൃഷ്ണൻ, പട്നയിൽ ഇപ്പോൾ ഇന്ന് പല പാർട്ടികൾ പ്രതിഷേധ റാലികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആദ്യ റാലിയാണ് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിലുള്ളത്. ജനഅധികാർ പാർട്ടി, പപ്പു യാദവിൻ്റെ പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഈ ടാക് ബംഗ്ല ചൗക്കിൽ എത്തിയിരിക്കുന്നത്. സമാനമായി RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിഷേധ റാലി 12:30 ആരംഭിക്കുന്നത്. മറ്റ് പാർട്ടികൾ HAM ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളും സമാനമായ പ്രതിഷേധ പ്രകടനങ്ങൾ
ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ കവലയിലൂടെ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധങ്ങളാണ് പട്ന നഗരത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലായിരുന്നില്ല സാഹചര്യം എന്നുള്ളതാണ്. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, ആഹ്വാനമില്ലാതെ, കൊടികളില്ലാതെ ആൾക്കൂട്ടം, യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുകയും ചെറിയ സംഘങ്ങളായി എത്തുന്നവർ വലിയ സംഘങ്ങളായി ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടമായി മാറുകയും അവർ പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനൊന്നും വഴങ്ങാതെ അക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതാണ് രാജ്യത്തെ റെയിൽവേ ട്രാക്കുകളിൽ ട്രെയിനുകൾ നിന്ന് കത്തുന്നതിന്റെയും ഹൈവേകളിൽ ബസ്സുകളും വാഹനങ്ങളും കത്തുന്നതിന്റെയും തന്നെ വളരെ വേഗം തിരികെ എത്താം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ബ്രേക്കിംഗ് അവേഴ്സിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അഗ്നിപഥ് പദ്ധതിക്കെതിരായിട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. പട്നയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലികൾ നടക്കുകയാണ്. ഉത്തർപ്രദേശിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുവെന്നാണ് സൂചന. അതിനിടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ച തീരുമാനത്തിലാണ്. ചെറിയ ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാം എന്ന നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. പ്രതിഷേധത്തിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലുമുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആർമി കമ്പൈൻഡ് കോമൺ എൻട്രൻസ് എക്സാം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ പട്നയിൽ ബീഹാറിലെ പ്രതിഷേധങ്ങൾ സംബന്ധിച്ച വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ ആദ്യ ബാച്ചിന്റെ പ്രായപരിധി 26 വയസ്സായി വർദ്ധിപ്പിക്കും എന്നൊരു മാറ്റം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അഗ്നിപഥ് പദ്ധതിയിൽ ഈ പ്രതിഷേധങ്ങൾക്കിടയിലും ഒരു പുനരാലോചന വേണ്ട എന്ന് തന്നെയല്ലേ തീരുമാനം? ഗോപി സൂചിപ്പിച്ചതുപോലെ ഘടനാപരമായിട്ടുള്ള മാറ്റം ഈ പദ്ധതിക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു നടപടിക്രമങ്ങൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം. നമുക്ക് കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ നിന്നും ഇതാണ് ബോധ്യപ്പെടുന്നത്. ഇന്ന് വളരെ സുപ്രധാനം എന്ന രീതിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന 10% സംവരണം ലഭിക്കുന്ന വിധത്തിൽ കേന്ദ്ര സായുധ പോലീസിലും ഒപ്പം അസം റൈഫിൾസിലും അടക്കമുള്ള സേനകളിൽ ഇവർക്ക് സംവരണം ലഭിക്കുന്ന വിധത്തിലേക്ക് നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഇന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരു പ്രതിരോധത്തിലാണ് നിൽക്കുന്നത് എന്നത് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഈ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബലപ്രയോഗത്തിലൂടെ ഈ സമരത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ അവസാനിപ്പിക്കാം എന്ന ഒരു ആഗ്രഹമോ ചിന്തയോ കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ഭരിക്കുന്നില്ല എന്നതും ഇതിന് അനുബന്ധമായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 സൈനിക മേധാവികളെയും കാണുന്നതാണ്. ഈ യോഗത്തിൽ എത്രത്തോളം ഇളവുകളാകാം, ഏതൊക്കെ വിധത്തിൽ കാര്യങ്ങളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിഷേധത്തിൻ്റെ രൂപവും ഭാവവുമായിരിക്കും ഇനിയുള്ള സർക്കാരിൻ്റെ സമീപനത്തെ തീരുമാനിക്കുക. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നതെങ്കിൽ ഒരുപക്ഷെ പിന്മാറുന്ന വിധത്തിൽ വരെയുള്ള കാര്യങ്ങളിലേക്ക് അവസ്ഥ എത്തും. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളെ കൂടുതൽ മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയം നേടേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ യുവാക്കളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം എങ്ങോട്ട് പോകുന്നു, സർക്കാരിന് യുവാക്കളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടപടികൾ മതി എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എങ്കിലും പ്രഖ്യാപിതമായിട്ട് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് ആദ്യ വർഷത്തിൽ ഇതിൻ്റെ ഭാഗമാകുന്നവർക്ക് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നവർക്ക് 5 വർഷത്തെ ഇളവാണ് ലഭിക്കുക. ഒപ്പം ഈ 10% സംവരണം കേന്ദ്ര സായുധ പോലീസ് സേനയിൽ ഉൾപ്പെടെ അസം റൈഫിൾസിൽ ഉൾപ്പെടെ 10% സംവരണം ലഭിക്കും എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രസ്താവനയായി ഉള്ളത്. മൂന്നാമത് ഇങ്ങനെ 4 വർഷത്തിന് ശേഷം അഥവാ വിരമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സഹായം ലഭ്യമാക്കും. ഒപ്പം സർക്കാർ സർവീസുകളിൽ മറ്റ് സർക്കാർ സർവീസുകളിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിലും അവർക്ക് ഒരു മുൻഗണന ലഭിക്കുന്ന വിധത്തിലേക്ക് തീരുമാനം കൈക്കൊള്ളും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത്തരത്തിൽ ചെറിയ ചില ഇളവുകൾ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ പദ്ധതിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്രം തയ്യാറല്ല, അതുമായി മുന്നോട്ടെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി കൂടി ഇപ്പോൾ വിവരങ്ങൾ അയച്ചിരുന്നു. മനീഷ്, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ
ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? ചെന്നൈയിലടക്കം പ്രതിഷേധങ്ങളുണ്ടല്ലോ. സെക്കന്ദരാബാദിൽ ഇന്നലെ പോലീസ് വെടിവെപ്പിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി എങ്ങനെയാണ് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മനേഷ്? ഉന്മേഷ്, ഗോപികൃഷ്ണൻ, ദക്ഷിണേന്ത്യയിൽ പൊതുവെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളില്ല. എന്നാൽ ചെന്നൈയിൽ ഇന്നിപ്പോൾ രാജ്ഭവന്റെ മുമ്പിൽ, ഗിണ്ടിയിലെ രാജ്ഭവന് മുമ്പിൽ കാര്യമായ രീതിയിലുള്ള പ്രതിഷേധം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സൈനിക പരിശീലനം അല്ലെങ്കിൽ സൈന്യത്തിൽ ചേരുന്നതിന് വേണ്ടി പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്ഭവന് മുമ്പിൽ സമാധാനപരം തന്നെയായിരുന്നു പ്രതിഷേധം. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ അതിക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ സമീപ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി രാജ്ഭവന് മുമ്പിലും ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്കാണ് പ്രതിഷേധക്കാരെത്തിയത്. എന്തായാലും വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയും അതിനുശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഗിണ്ടിയിൽ ഉണ്ടായത്. അതായത് തമിഴ്നാട് ചെന്നൈയിൽ ഉണ്ടായത്. മറ്റ് ഇടങ്ങളിൽ, അതായത് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് സെക്കന്ദരാബാദിൽ ഇന്നലെ ഉണ്ടായ വലിയ അതിക്രമ സംഭവങ്ങൾ, വെടിവെപ്പ്, ഒരാൾ കൊല്ലപ്പെടുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ അർത്ഥത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ കലാപാന്തരീക്ഷത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകത്തില്ല. ശരി, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ സ്ഥിതി അല്പം ശാന്തമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ സെക്കന്ദരാബാദിൽ ഇന്നലെ പോലീസ് വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചെന്നൈയിൽ പ്രതിഷേധങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. അഗ്നിപഥ് പദ്ധതിക്കെതിരായിട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ മണിക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്യുന്നു ബ്രേക്കിംഗ് അവേഴ്സ്. ഇനി പയ്യന്നൂരിൽ നിന്നുള്ള CPIM വാർത്തയിലേക്കാണ്. അച്ചടക്ക നടപടിയിൽ അനുനയ നീക്കവുമായി CPIM ജില്ലാ നേതൃത്വം. ഏരിയ സെക്രട്ടറിയായിരുന്ന V കുഞ്ഞികൃഷ്ണനെ ചുമതലയിൽ നിന്ന് നീക്കിയതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് പാർട്ടിയുടെ ഇടപെടൽ. ഏരിയ സെക്രട്ടറിക്കെതിരായ നടപടി പ്രാദേശിക ഘടകങ്ങളിൽ വിശദീകരിക്കും. പൊതുപ്രവർത്തനം നിർത്തി എന്ന V കുഞ്ഞികൃഷ്ണന്റെ പ്രഖ്യാപനമാണ് തിരിച്ചടിയായത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, പാർട്ടി എടുത്ത നടപടി ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണോ പയ്യന്നൂരിൽ? ഗോപികൃഷ്ണൻ, പയ്യന്നൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു പ്രതിസന്ധി ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേതാക്കൾക്കെതിരെ പരാതി ഉന്നയിച്ച ആൾക്കെതിരെ, അതായത് പരാതി പറഞ്ഞ തെളിവുകൾ, കണക്കുകളും തെളിവുകളും സഹിതം പാർട്ടിയിൽ പരാതി ഉന്നയിച്ച ആൾക്കെതിരായ നടപടി. അതാണ് V കുഞ്ഞികൃഷ്ണൻ അവിടെ ഏരിയ സെക്രട്ടറിയായി ചുമതല വഹിച്ചു വരികയായിരുന്നു. അദ്ദേഹമാണ് TI മധുസൂദനൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ നേതാക്കൾക്കെതിരായ സാമ്പത്തിക തിരിമറി പരാതി പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയും അതിന്റെ തെളിവുകൾ പാർട്ടി ഫോറങ്ങളിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തത് V കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹത്തിനെതിരെയാണ് ആദ്യ നടപടിയും ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കി സംസ്ഥാന സമിതി അംഗം TB രാജേഷിന് പകരം ചുമതല നൽകി. ഇത് പക്ഷേ ഏരിയ കമ്മിറ്റിയിൽ ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെതിരെ എതിർപ്പ് ഉന്നയിക്കുകയാണ് ചെയ്തത്. അതായത് പരാതി ഉന്നയിച്ച, പാർട്ടിയിൽ സാമ്പത്തിക ക്രമക്കേട് പരാതി ഉന്നയിക്കുകയും അതിന്റെ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ നടപടി. ആ നടപടി സ്വീകരിക്കുന്നതിന് കാരണമായി ജില്ലാ നേതൃത്വം പറഞ്ഞ കാര്യം എന്നത് പയ്യന്നൂരിലെ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതായത് വിഭാഗീയതയുണ്ടായി, അവിടെ വലിയ ശക്തമായ വിഭാഗീയതയുണ്ടായി. അതുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചുമതലയിൽ നീക്കി സംസ്ഥാന സമിതി അംഗത്തിന് താൽക്കാലിക ചുമതല നൽകുന്നു എന്നതാണ്. ഇത് പക്ഷേ TI മധുസൂദനൻ MLA എതിരെ അടക്കം പാർട്ടിയിൽ പട നയിച്ചതിനെതിരായ പ്രതികാര നടപടിയാണ് എന്നാണ് പയ്യന്നൂരിലെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ നിലപാട്. അവരത് പരസ്യമായി വ്യക്തമാക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം, അവിടുത്തെ പാർട്ടിയുമായി കേന്ദ്രീകരിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ ഇത് വളരെ സജീവമായ ചർച്ചയാവുകയും പാർട്ടി പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ്. നടപടിക്ക് പിന്നാലെ താൻ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ അറിയിക്കുകയും അത് അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് വലിയ തിരിച്ചടി. അദ്ദേഹത്തെ തിരികെ ഏരിയ കമ്മിറ്റിയിൽ തന്നെ നിലനിർത്തണം എന്ന ആവശ്യമാണ് അവിടുത്തെ ഭൂരിപക്ഷം നേതാക്കളും ഉന്നയിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഏരിയ സെക്രട്ടറിക്കെതിരെ ഉണ്ടായിരിക്കുന്ന നടപടി പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ അനുനയ നീക്കവുമായി CPI നേതൃത്വം രംഗത്തെത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ കാബൂളിലെ കർത്തെ പർവാൻ ഗുരുദ്വാരയിൽ സ്ഫോടനം. 2 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കുണ്ട്. രാവിലെ 6 മണിക്ക് ആയുധധാരികളായ സംഘം ഗുരുദ്വാരയിൽ എത്തുകയും സ്ഫോടനം നടത്തുകയുമായിരുന്നു. രാവിലെ പ്രാർത്ഥനയ്ക്കെത്തിയവരെ ഗുരുദ്വാരയുടെ 2ാം നിലയിൽ അക്രമികൾ ബന്ദികളാക്കിയിരിക്കുകയാണ്. സ്ഫോടനത്തിന് പിന്നിൽ ISIS തീവ്രവാദികളാണെന്ന സൂചനയുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ ചേരുന്നുണ്ട്. നിതിൻ, IS ആണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ?
ഉന്മേഷ്, ISIS ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 30ഓളം പേരാണ് ഈ ആക്രമണ സമയത്ത് പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നത്. ഈ ആക്രമണത്തിന്റെ തുടർന്ന് അവർ ഏകദേശം ഒരു 15ഓളം പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ഏകദേശം ഒരു 7-8ഓളം പേർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ നിന്ന് ഇപ്പോൾ 3 പേരെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അവരിൽ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഇപ്പോൾ കാബൂൾ നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. അതോടൊപ്പം തന്നെ വെടിവെയ്പ്പ് ഇപ്പോഴും തുടരുന്ന സംശയം അവിടെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഭീകരാക്രമണ സാധ്യത തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലിപ്പോൾ കർത്തേപ്രവൺ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംഭവത്തിന്റെ സിഖ് വംശജരെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം എന്നൊരു സംശയമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നൊരു പ്രതികരണമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഗുരുദ്വാര പരിസരത്ത് ആക്രമികൾ 1-ലധികം സ്ഫോടനങ്ങൾ നടത്തിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കൂടാതെ ഇന്ത്യൻ സമയം രാവിലെ 8:30ക്കാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. 30ഓളം പേർ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 15ഓളം പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മറ്റുള്ള 7 പേർ ഇപ്പോൾ ഗുരുദ്വാരയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അതിൽ തന്നെ 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മേഖലയിൽ ഇപ്പോൾ പോലീസും സുരക്ഷാ സേന ഇപ്പോൾ ആ മേഖല ഇപ്പോൾ ഒന്നാകെ വളർന്നിരിക്കുകയാണ്. കൂടാതെ അക്രമികളെല്ലാം തന്നെ ഇപ്പോൾ വെടിവെപ്പും തുടരുന്നതെന്നാണ് കാബൂളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഉന്മേഷ്, ഇതൊരു പക്ഷേ കുറെ കൂടി ഗൗരവമുള്ള ഒരു പ്രശ്നമായി ഇത് മാറാൻ പോവുകയല്ലേ? പ്രത്യേകിച്ച് ഗുരുദ്വാരയിൽ നടത്തിയ ആക്രമണം സിഖ് വംശജരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബന്ദികളാക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ നിതിൻ? ഗോപി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്ന പ്രതികരണം ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ നൽകാൻ സാധിക്കൂ എന്നാണ്. എത്ര പേർ ഇതിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ട്, സിഖ് വംശജരെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണം തന്നെയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ആ ഒരു സാധ്യത പശ്ചാത്തലത്തിൽ എത്ര പേർ ഇതിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ നിലവിലത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ പ്രതികരണം നടത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ 2 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ ഗുരുദ്വാരയിലെ ഗാർഡാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ സംബന്ധിച്ച് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ 3 താലിബാൻ സൈനികർക്ക് വെടിയേറ്റു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മേഖലയിൽ ഇപ്പോൾ ഒന്നാകെ തന്നെ ഇപ്പോൾ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 3 പേർക്ക് പരിക്ക്. എത്ര പേരാണ് ഇപ്പോൾ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നത്? അതിന്റെ കണക്കുകൾ കിട്ടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നുണ്ടോ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്? കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്, സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധിക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 30 പേരായിരുന്നു പ്രാർത്ഥനയ്ക്കെത്തിയത്. അതിൽ തന്നെ 15 പേർ ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ ഓടി രക്ഷപ്പെട്ടിരുന്നു. ബാക്കിയുള്ള 7 പേർ ഇപ്പോൾ 8 പേർ അവരെ കുടുങ്ങിക്കിടക്കുന്നു. അതിൽ തന്നെ 3 പേരെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അതിൽ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാബൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ അവിടെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. കബൂളിലെ ഗുരുദ്വാരയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയവർക്ക് നേരെയാണ് IS തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായത്. 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 15 പേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. 8 പേരെ പിന്നീട് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്, നിരീക്ഷിച്ചു വരികയാണ്. ഈ കാര്യത്തിൽ മറ്റ് പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. സിഖ് വംശജരെ ലക്ഷ്യമിട്ടിട്ടുണ്ടായ ആക്രമണമാണ് ഇത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. സൂക്ഷ്മമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇതിലെ തുടർ നടപടികൾ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുക. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. നിതിൻ അംബുജൻ, ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന്, ഇതിന്റെ മുഴുവൻ വിവരങ്ങളും അപ്ഡേറ്റുമായി നമുക്കൊപ്പം ഇനിയും ചേരും. ബ്രേക്കിംഗ് അവേഴ്സിൽ ഇനി പോകുന്നത് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വാർത്തയിലേക്ക്. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മഹേഷ് ജോൺ മാത്യു വിവരങ്ങൾ നൽകാനുണ്ട്. മഹേഷ്, ഇന്ന് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട കനത്ത മഴ എന്നതാണല്ലോ കാലാവസ്ഥ മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശമുണ്ടോ?
ഗോപി, സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഈ മുന്നറിയിപ്പുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഈ വടക്കൻ കർണാടക മുതൽ തെക്കൻ തമിഴ്നാട് വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തി, അതുപോലെ തന്നെ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ സ്വാധീനം, ഇതൊക്കെയാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നതിനുള്ള കാരണമായി പറയുന്നത്. അതേസമയം തന്നെ കാലവർഷം 23 ശേഷം അടുത്ത വാരത്തോടുകൂടി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിലവിലെ നിഗമനം. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ അലേർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഏറ്റവും അവസാനമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഗോപി, മറ്റു വാർത്തകളിലേക്ക് പോകാം. വിഷമഴ നിറഞ്ഞവരുടെ ജീവിതം വിഷമകരം. 24 വാർത്താ പരമ്പര ആരുമില്ലാത്തവർ. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. തറക്കല്ലിട്ട പദ്ധതികൾ കാടുപിടിച്ച് നശിക്കുമ്പോൾ പ്രതീക്ഷകൾ അവസാനിക്കുന്നത് മക്കൾക്ക് സുരക്ഷിതമായ ഇടം കണ്ടെത്താൻ സാധിക്കാതെ നിസ്സഹായരാകുന്ന രക്ഷിതാക്കളുടേതാണ്. കാഞ്ഞങ്ങാട് അത്തിക്കോത്തെ രാജനും പാർവതിക്കും ശേഷിക്കുന്ന ആഗ്രഹം അടച്ചുറപ്പുള്ളൊരു വീടാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതനായ മകൻ ശ്രീരാജിനായി വീടെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണിവർക്ക്. വീടിനായി ഇനിയും എവിടെയെല്ലാം കയറിയിറങ്ങണം എന്നാണ് ഇവരുടെ ചോദ്യം. മുതൽ നമ്മൾ വീടിനെ അപേക്ഷിക്കണം. വീട് വേണം, വയ്യ വേണമെന്ന് ഇതുവരെക്കും വന്നിട്ടൊരു എത്തി നോക്കിയിട്ട് പോവല്ലാതെ ഇതുവരെക്കും നമുക്ക് ഒരു സഹായം അവർ ചെയ്തില്ല. സമാനമാണ് പെരിയാട്ടിടുക്കത്തെ ശൈലയുടെ സാഹചര്യവും. വിഷമഴയുടെ ദുരിതം പേറി മകൾ ശാലുവുമായി എത്ര കാലം വാടക വീട്ടിൽ അന്തിയുറങ്ങാനാകുമെന്നതിൽ ഇവർക്കും നിശ്ചയമില്ല. 12 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടോ സ്ഥലം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ജീവിതം ആകെ കഷ്ടപ്പാടിൽ തന്നെ. എനിക്കാണെങ്കിൽ ഇവളെ അങ്ങനെ വിട്ടിട്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. കയറിക്കിടക്കാനൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വേറെ ഒരു പരാതി കൊണ്ട് ആരടുത്തും പോയില്ലായിരുന്നു. ഒറ്റപ്പെട്ടതല്ലാത്ത ഈ കാഴ്ചകളാണ് വിഷമഴ പെയ്ത കാസർഗോഡൻ ഗ്രാമങ്ങളിൽ. മറുവശത്ത് അവഗണനയുടെ കരിനിഴലും. പെർളയിൽ ദുരിതബാധിതർക്കായി സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ 36 വീടുകളാണ് കാടുപിടിച്ച് നശിക്കുന്നത്. വീട് കൈമാറുന്നതിൽ തടസ്സമായി പറയുന്നതോ സാങ്കേതികത്വത്തിന്റെ നൂലാമാലകളും. പുനരധിവാസ ഗ്രാമം പദ്ധതിക്കായി മൂളിയാറിൽ 2 വർഷം മുൻപ് തറക്കല്ലിട്ട ഭൂമി എൻഡോസൾഫാൻ നൽകിയ ദുരിതങ്ങൾ പോലെ അതേപടി കിടപ്പാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പാതി വഴിയിലാണ്. കാടുപിടിച്ച പദ്ധതി സ്ഥലത്ത് സർക്കാർ ഒരു സ്മാരകം പണിയണം. ഇപ്പോഴും ദുരിതബാധിത മേഖലയിൽ നിന്നും മരിച്ചു വീഴുന്നവരുടെ സ്മരണക്കായി. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലക്കും രഞ്ജിത്ത് മന്നിപ്പാടിക്കുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. രാഹുൽ ഗാന്ധിക്കെതിരായ ED നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധമുണ്ട്. കോൺഗ്രസിന്റെ കൊച്ചിയിൽ വലിയ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോലീസുമായി അവിടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, നിലവിൽ സംഘർഷാവസ്ഥ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? രാഹുൽ, കേൾക്കാമെങ്കിൽ.
രാഹുൽ ഗാന്ധിക്കെതിരായ ED നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നുവരുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടി നടക്കുന്നുണ്ട്. പോലീസുമായി നേരത്തെ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. രാഹുൽ, നേരിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? രാഹുൽ ഗാന്ധിയെ അന്യായമായ വേട്ടയാടുന്ന ED നടപടിയിലും അതിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കമുള്ളവരെ ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ടിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എറണാകുളത്തെ BSNL ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. ആദ്യഘട്ടത്തിൽ നേരിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുഹമ്മദ് ഷിയാസാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ആദ്യ സമയത്ത് കാര്യമായ പോലീസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ഏതാണ്ട് 300 വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് കാര്യമായ ആളുകൾ ഇല്ലാത്തതാണ് നേരിയ സംഘർഷത്തിലേക്ക് ആദ്യം കാര്യങ്ങൾ എത്തിച്ചത്. എന്നാൽ ഇപ്പോൾ സംഘർഷം അയഞ്ഞിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. കൊച്ചിയിലെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുന്നു. അത് സംഘർഷത്തിന് വക്കോളം എത്തിയിരുന്നു നേരത്തെ. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കവും അതിൽ പ്രതിഷേധിച്ച നേതാക്കൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിലും പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിന് നേതൃത്വം കൊടുക്കുന്നത് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ് എന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ ഈ വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ, ഇപ്പോഴത് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഇവിടെ? സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആളുകൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് ഷിയാസും ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് പോലീസ് വളരെ കുറവാണ്, എന്നാൽ ആളുകൾ കൂടുതലുമാണ്. ഇതാണ് നേരിയ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിന്ന് പോകാൻ കാരണം. എന്നാൽ കാര്യമായ ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനം. ശരി രാഹുൽ ഗാന്ധിയെ കള്ളക്കേസിൽ കുടുക്കുന്നു ED എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ BSNL ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. നേരിയ ഉന്തും തള്ളും പോലീസുമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം അവിടെ നടക്കുകയാണ്. സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിൽ പ്രതിഷേധിച്ച കേസിൽ റിമാൻഡിലായ 2 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവരെയാണ് ജില്ലാ കോടതിയിൽ ഹാജരാക്കുന്നത്. ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രോസിക്യൂഷൻ പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടും. അതേസമയം കേസിൽ മുഖ്യമന്ത്രിയുടെയും EP ജയരാജന്റെയും മൊഴിയെടുക്കുന്നത് വൈകുകയാണ്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് തടസ്സമെന്നാണ് സൂചന. കേസിലെ 3ാം പ്രതിക്കായി ഇതുവരെയും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുമില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ വിമാനത്തിനകത്ത് വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഇതിന്റെ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റുന്നത് സംബന്ധിച്ചടക്കം പ്രതിഭാഗം എതിർപ്പ് ഉന്നയിച്ചത് ചില അവ്യക്തതകൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് ജില്ലാ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത്. പ്രോസിക്യൂഷൻ പ്രൊഡക്ഷൻ വാറണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിമാൻഡിലായ 2 പ്രതികളെയും ഫർസീൻ മജീദിനെയും നവീൻ കുമാറിനെയും ഇന്ന് ജില്ലാ കോടതിയിൽ ഹാജരാക്കും. അതേസമയം തന്നെ ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രതികളുടെ കസ്റ്റഡി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക ഈ പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തെളിവ് ശേഖരണത്തിനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള ശ്രമം നടക്കും. മാത്രമല്ല ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്ന ഇസഡ്+ കാറ്റഗറിയുള്ള മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന ആക്രമണമാണ്, അല്ലെങ്കിൽ വധശ്രമമാണ്. അത് ആ ഗൗരവത്തിൽ കാണണമെന്നും പ്രതികളെ അത്തരത്തിൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നും പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കുകയും ചെയ്യും. അതേസമയം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് ഈ കേസിൽ വിക്ടിമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും സാക്ഷിയായിട്ടുള്ള EP ജയരാജന്റെയും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ മൊഴിയെടുക്കുന്നതിൽ ഇപ്പോൾ ചില വൈകലുകൾ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നമാണ് മൊഴിയെടുക്കാൻ തടസ്സമാകുന്നതിന് പ്രധാന കാരണം. അദ്ദേഹത്തിന് ചില ആരോഗ്യ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഇന്നലെ തൊട്ട് പൊതുപരിപാടികളിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം EP ജയരാജന്റെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അഗ്നിപഥിൽ പ്രതിഷേധം ശക്തമായതോടെ കൂടുതൽ ഇളവുകൾ നൽകുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ആദ്യ ബാച്ചിൽ പ്രായപരിധി 26 വയസ്സാക്കി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം.
പദ്ധതി പ്രകാരം സൈനിക സേവനം പൂർത്തിയാക്കുന്നവർക്ക് അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്തും. അതിനിടെ പദ്ധതിക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ബന്ദ് പുരോഗമിക്കുകയാണ്. പട്നയിൽ സംഘർഷാവസ്ഥയുണ്ട്. ബസ്സിന് തീയിട്ടു. പ്രതിഷേധക്കാർ കടകൾക്ക് നേരെ കല്ലെറിഞ്ഞു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സേനാ മേധാവികളെ കാണും. കാർഷിക നിയമം പോലെ അഗ്നി പദ്ധതിയിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പദ്ധതി പിൻവലിക്കണമെന്ന് സീതാറാം യെച്ചൂരിയും ആവശ്യപ്പെട്ടു. പ്രതിഷേധിക്കുന്ന യുവാക്കൾക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് നാളെ ഡൽഹി ജന്തർ മന്ദറിൽ സത്യാഗ്രഹം ഇരിക്കും. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ബീഹാറിലെ പട്നയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, നേരത്തെ അവിടെ ചെറിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. പപ്പു യാദവിന്റെ ജനാധികാർ പാർട്ടിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ ബീഹാറിൽ വലിയ തോതിൽ ഈ പ്രതിഷേധമുണ്ടോ ഇന്ന്? ഉന്മേഷ്, ഇന്ന് ഇപ്പോൾ പട്ന കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ച പ്രതിഷേധ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പു യാദവിന്റെ ജനധികാർ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പട്നയിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നായ ടാസ് ബംഗ്ലാ ചൌക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടന്നത്. ഇപ്പോൾ ഈ ജനധികാർ പാർട്ടിയുടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ പരിപാടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇത്തരത്തിലുള്ള പ്രഖ്യാപിതമായ പ്രകടനങ്ങളാണ് ഇന്ന് പട്ന നഗരത്തിൽ ഉള്ളത്. മറ്റിടങ്ങളിൽ സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സംഘർഷങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സംഘർഷങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുവരെ രണ്ടിടങ്ങളിലാണ്, ബക്സറിലും ജഹാനാബാദിലുമാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ജഹാനാബാദിൽ നിരവധി ബസ്സുകൾക്കും ട്രക്കുകൾക്കും പ്രതിഷേധക്കാർ തീ കൊളുത്തിയിരിക്കുന്നു. അതേസമയം ബക്സറിൽ തീവണ്ടി പാളങ്ങളിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടിടങ്ങളിലും പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം പട്നയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് നേരിടുന്ന തക്ക വിധത്തിലൊരു പോലീസ് സംവിധാനമോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇവിടെ കാണാനാകില്ല. എന്തായാലും പക്ഷേ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ് ബൽറാം ഈ ബീഹാറിലെ പലയിടങ്ങളിലും ഒരുപക്ഷെ ഈ അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങിയ ശേഷം ഏറ്റവും അധികം സംഘർഷമുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. എന്നിട്ടും ഇന്നവിടെ നടക്കുന്ന പ്രതിഷേധ റാലികൾക്ക് മതിയായ ഒരു സുരക്ഷ ഈ റാലികളുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അവിടെ സർക്കാർ ഒരുക്കാത്തത്? ഗോപികൃഷ്ണൻ, ഈ പോലീസ് ഈ പ്രതിഷേധക്കാരെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിൽ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കവും പക്ഷത്തുള്ള ഭരണ മുന്നണിയിലുള്ള ഒരു പാർട്ടി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനത്തെ നേരിടാൻ ബീഹാറിലെ തലസ്ഥാനമായ പട്നയിലെ പ്രധാന കേന്ദ്രമായ ഈ ഡാക് ബംഗ്ലാ ചൌക്കിൽ ഏതാണ്ട് 15-20 പോലീസുകാർ മാത്രമാണ് നമുക്ക് കാണാൻ ആകുന്നത്. കേന്ദ്ര സേനാംഗങ്ങൾ ഏതാണ്ട് 10 പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്. പപ്പു യാദവിന്റെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ തന്നെ ഏതാണ്ട് 150ഓളം പ്രവർത്തകർ എത്തിയിരുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരെ നേരിടുന്നതിനും അവരെ പരമാവധി പ്രകോപനം ഒഴിവാക്കിക്കൊണ്ട് ഈ സമാധാനപരമായി സംയമനത്തിലൂടെ അവരെ തിരിച്ചയക്കാനുള്ള ആഹ്വാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാരോട് പരമാവധി ഇത്തരം പ്രതിഷേധങ്ങളുടെ ദോഷഫലങ്ങൾ, അവർക്കെതിരെ കേസുകൾ ഉണ്ടാകുമെന്നും അവരുടെ നിയമനത്തെ ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ മാത്രമാണ് ലാത്തി ചാർജ് അല്ലെങ്കിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉൾപ്പെടെയുള്ള തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്നത്. ഹരിയാനയിലും തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്നത്. ഹരിയാനയിലും ഉത്തർപ്രദേശിലും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ആ മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബൽറാം ബീഹാറിൽ എത്തിയിരുന്നു, പട്നയിൽ എത്തിയിരുന്നു. ഏതാണ്ട് ഇപ്പോൾ ഈ മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ പട്നയിലെയും ബീഹാറിലെ സാഹചര്യങ്ങളും ബൽറാം അവിടുത്തെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ സാഹചര്യങ്ങൾക്ക് ഇന്നലത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സംഘർഷ സാഹചര്യങ്ങൾക്ക് കലാപ അന്തരീക്ഷത്തിൽ അയവ് വന്നിട്ടുണ്ടോ, അതോ പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമാവുകയാണോ?
ഗോപികൃഷ്ണൻ, ഇന്നലെ രാവിലെ 6:30 മുതൽ തന്നെ ബീഹാറിലെ പലയിടങ്ങളിൽ 17 ഇടങ്ങളിലാണ് ബീഹാറിൽ മാത്രം ഇന്നലെ പ്രതിഷേധം അക്രമാസക്തമായി മാറിയത്. 11 തീവണ്ടികൾ അഗ്നിക്ക് ഇരയാക്കിയിരിക്കുന്നു പ്രതിഷേധക്കാർ. 4 റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഏറ്റവും വലിയ കേന്ദ്രമായി മാറിയത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ട്രെയിൻ കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സംസ്ഥാനത്തെ 15 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് 2 ദിവസത്തേക്ക്. ഈ പ്രതിഷേധങ്ങൾ പരിഗണിച്ചുകൊണ്ട് പല വിവരങ്ങളും അതുകൊണ്ട് തന്നെ പുറത്തു വരാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2 ഇടങ്ങളിൽ നിന്നുള്ള അക്രമ സംഭവങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന. പട്ന നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നഗരത്തിൽ അങ്ങിങ്ങായി പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം നടന്നത് ദാനാപൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. 100 കണക്കിന് വരുന്ന പ്രതിഷേധക്കാർ ഈ സ്റ്റേഷനിൽ എത്തുകയും ഒരു ട്രെയിൻ ഫർക്ക എക്സ്പ്രസിന് തീ കൊളുത്തുകയും ചെയ്തിരിക്കുന്നു. സമാനമായി റെയിൽവേ സ്റ്റേഷൻ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ പ്രതിഷേധക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഇന്ന് ദൃശ്യമല്ല ഇതുവരെയും എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്ന മണിക്കൂറുകളിൽ പോലും പട്നയിൽ ഉൾപ്പെടെയുള്ള ബീഹാറിലെ മറ്റിടങ്ങളിലും ജനജീവിതത്തെ ഇത് ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിഷേധക്കാർ ഇവർക്ക് ഈ പ്രതിഷേധങ്ങൾ പോലും അവർ അപ്രതീക്ഷിതമോ അല്ലെങ്കിൽ ഈ വലിയ ആശങ്കയോ ജനങ്ങളിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ നിൽക്കുന്നുണ്ട്, മറ്റ് ട്രെയിനുകൾ കാത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിക്കുമ്പോഴും അവർക്ക് വലിയ തോതിലുള്ള ആശങ്കകൾ ഒന്നും തന്നെയില്ല. ജോലിയുടെ പേരിൽ ജോലി കാത്തിരിക്കുന്ന യുവാക്കൾ അവർ സ്വാഭാവികമായി തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച പ്രതികരണങ്ങൾ. ജനജീവിതത്തെ ഇന്നത്തെ ബന്ധം ഈ പട്ന നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. സാധാരണ നിലയിൽ തന്നെ ജനജീവിതം ഉണ്ട്. വാഹനങ്ങളെല്ലാം തന്നെ നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ നേരത്തെ ഈ ഉപരോധമുണ്ടായിരുന്ന ഘട്ടത്തിൽ മാത്രമാണ് അല്പസമയത്തേക്ക് ഏതാണ്ട് 1 മണിക്കൂർ സമയത്തേക്ക് ഗതാഗതം നിയന്ത്രിച്ചതോ തടസ്സപ്പെട്ടതോ ഉണ്ടായത്. മറ്റ് എല്ലാം തന്നെ സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ച സമരങ്ങളും പ്രതിഷേധങ്ങളും ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് ഈ പ്രതിഷേധങ്ങൾ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഏതാണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസവുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഈ പ്രതിഷേധത്തെ തീർത്തും പ്രകോപനമില്ലാതെ തന്നെ നേരിടുക എന്ന ഒരു തന്ത്രമാണ് ഇതുവരെയും ഭരണകൂടവും പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാരെ ഒട്ടും തന്നെ പ്രകോപിപ്പിക്കാതെ അവരെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കുക എന്നതാണ് ഈ പോലീസ് ഇതുവരെ തുടരുന്ന ഒരു രീതി എന്നുള്ളത്. 320 പേരെയാണ് ഈ കഴിഞ്ഞ 2 ദിവസം 3 ദിവസം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 60 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഉത്തർപ്രദേശിലും 260 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കൂടാതെ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി കർശനമായ നടപടികൾ, ഇന്റർനെറ്റ് സേവനം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ബീഹാറിൽ ഇന്ന് 2 അക്രമ സംഭവങ്ങൾ ബക്സറിലും ജഹാനാബാദിലുമായാണ് നടന്നിരിക്കുന്നത്. മറ്റിടങ്ങളിലെ സാഹചര്യം നിലവിൽ വലിയ സംഘർഷങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് സാഹചര്യമുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ ആശങ്കയുള്ളത് തന്നെയാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സമരക്കാർ ഉന്നയിച്ച ഒട്ടുമിക്ക വിഷയങ്ങളും ഇപ്പോഴും പൂർത്തിയാക്കാതെ നിലനിൽക്കുകയാണ്. 4 വർഷം എന്നുള്ള ഈ സേവന കാലാവധിയാണ് ഏറ്റവും കൂടുതൽ ഈ യുവാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് സുരക്ഷിതമായ ഒരു തൊഴിൽ എന്ന ആവശ്യമാണ്. രാജ്യസേവനം എന്നത് 4 വർഷത്തേക്ക് മാത്രമല്ല എന്നാണ് യുവാക്കൾ പങ്കുവയ്ക്കുന്ന ഒരു. ബീഹാറിലെ പട്നയിൽ നിന്നുള്ള വിവരങ്ങളാണ് ബൽറാം നെടുങ്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ റോഡ് ഉപരോധം അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരൊക്കെ ജനാധികാർ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് ഉപരോധം. അവരൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അക്രമ സംഭവങ്ങൾ അങ്ങിങ്ങ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്റർനെറ്റ് അടക്കം റദ്ദാക്കിയിരിക്കുന്നത് കൊണ്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നാണ് ബൽറാം ബീഹാറിലെ പട്നയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് കോമൺ എൻട്രൻസ് എക്സാം എത്രയും വേഗം നടത്തണം എന്നുള്ളതാണ്. ശാരീരിക ക്ഷമത പരീക്ഷയടക്കം അവർ പാസ്സായി എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്ഭവന് മുന്നിലാണോ ഇപ്പോൾ അവർ കുത്തിരിപ്പ് സമരം നടത്തുന്നത്? ഷഫീദ്, നിലവിൽ
രാജ്ഭവന്റെ മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആർമി ഉദ്യോഗാർത്ഥികൾ. 1.5 വർഷം മുൻപ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് റിക്രൂട്ട്മെന്റ് റാലി നടന്നത്. പല കാരണങ്ങൾ പറഞ്ഞ പിന്നീട് ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടന്നില്ല. അതിൽ ഏറ്റവും പ്രധാനം കോവിഡ് ആയിരുന്നു. പിന്നീട് ഈ ഫിസിക്കലും മെഡിക്കലും അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇത് നടക്കാത്തതിൽ മുൻപും ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ അഗ്നിപഥിന്റെ പേരിൽ ഉത്തരേന്ത്യ അടക്കം കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ പരീക്ഷ റദ്ദ് ചെയ്തേക്കുമോ അല്ലെങ്കിൽ പരീക്ഷാ സിസ്റ്റം ഇനി മാറ്റിയേക്കുമോ എന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തമ്പാനൂരിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പരിപാടി ഏതാണ്ട് 500ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലാകെ ഏതാണ്ട് ഈ റിക്രൂട്ട്മെന്റ് റാലികളിൽ മെഡിക്കലും ഫിസിക്കലും കഴിഞ്ഞ 1.5 വർഷമായി കാത്തിരിക്കുന്ന 5000ഓളം ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരുടെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള പ്രതിഷേധ പ്രകടനം നടത്താനും നിലവിൽ ഇപ്പോൾ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്ഭവന്റെ മുൻപിൽ ഇവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തമ്പാനൂരിൽ നിന്ന് ഇവർ പ്രതിഷേധ റാലി ആരംഭിച്ചത് തമ്പാനൂരിൽ നിന്നാണ്. ശേഷം അത് കഴിഞ്ഞിപ്പോൾ രാജ്ഭവന്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ്ഭവന്റെ മുൻപിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ അഗ്നിപഥിനെ അവർ ഈ പരോക്ഷമായി വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഒരു പ്രധാന വിഷയമായി അവർ ഉയർത്തുന്നില്ല. പകരം ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരണമായി നൽകി ഉദ്യോഗാർത്ഥികളടക്കം ഇതുമായി ബന്ധപ്പെട്ട അഗ്നിബദ്ധ രാജ്യത്തെ യുവാക്കൾക്ക് അത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കും, അതല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ദോഷത്തിലേക്ക് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പിന്നീട് ഇവർ തന്നെ അക്കാര്യത്തിലെ ആശങ്ക കൊണ്ടുവരും. പക്ഷേ അഗ്നിപഥിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നടപടികൾ ഉണ്ടാകുമോ അതല്ലെങ്കിൽ അത് തങ്ങളുടെ ഭാവിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുടെ പുറത്ത് ആ പ്രതികരണത്തിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകൾ അവർ അഭിസംബോധന ചെയ്യുകയാണ്. അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടപ്പാക്കണം. പ്രത്യേകിച്ച് ഈ ഫിസിക്കലും മെഡിക്കലും അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ കഷ്ടപ്പെട്ട് പാസ്സായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടും 1.5 വർഷമായി കാത്തിരുന്നിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് ഏതാണ്ട് 6ഓളം തവണ പല കാരണങ്ങൾ പറഞ്ഞ് ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അപ്പാടെ ഇത് പൂർണ്ണമായും ഈ സിസ്റ്റം തന്നെ മാറ്റുമ്പോൾ അതിൽ തങ്ങളുടെ ഭാവിക്കുണ്ടാകുന്ന ആശങ്ക അതാണ് അവർ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത്. ഉന്മേഷ്, ശരി, അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ഉത്തർപ്രദേശിൽ ഇന്നും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കലാപ സമാനമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ബസ്സുകൾക്ക് തീയിട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ബീഹാറിൽ പട്നയിൽ പ്രതിഷേധ റാലികൾ നടക്കുന്നു. സർക്കാർ വേണ്ടത്ര ഒരു സുരക്ഷ ഈ മേഖലകളിൽ ഉറപ്പാക്കിയിട്ടില്ല എന്നാണ് നേരത്തെ ബൽറാം നെടുങ്ങാടി നൽകിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ബീഹാറിലുണ്ട്. ഏതായാലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. കാർഷിക നിയമം പിൻവലിക്കേണ്ടി വന്നതുപോലെ ഈ നിയമവും ഇതും പിൻവലിക്കേണ്ടി വരും എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പ്രതികരണം വന്നിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തിരുവനന്തപുരത്തും കോഴിക്കോടും ഉണ്ടായിട്ടുണ്ട്. അവിടെ ആർമിയുടെ കമ്പൈൻഡ് കോമൺ എൻട്രൻസ് എക്സാം നടപ്പാക്കണം, അത് ആ പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട്. അക്രമമല്ല, സമാധാനപരമായ പ്രതിഷേധമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് സംഘാടകർ നേരത്തെ 24നോട് പ്രതികരിച്ചത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ആർമി റിക്രൂട്ട്മെന്റ് നടത്താത്തതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ശാരീരികക്ഷമത പരീക്ഷയടക്കം എല്ലാം മെഡിക്കൽ എക്സാമും ക്ലിയർ ചെയ്ത ശേഷം അവർ കാത്തിരിക്കുകയായിരുന്നു. 6 തവണയാണ് പരീക്ഷ മാറ്റിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ പരീക്ഷ വേണ്ട എന്ന് വെച്ചതിനെതിരെ അതിശക്തമായ യുവാക്കളുടെ രോഷം ഉയരുകയാണ്. വൈകാരികമായി കൂടിയാണ് അവരുടെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അവരുടെ പ്രതിഷേധത്തിൻ്റെതാണ്. രാജ്ഭവന് മുൻപിലാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സമാധാനപരമായിട്ടാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. കോമൺ എൻട്രൻസ് എക്സാം എത്രയും വേഗം നടത്തണം എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നേരത്തെ ഇത് 6 തവണ മാറ്റിവെച്ച സാഹചര്യമുണ്ട്. അത് തങ്ങളുടെ ഭാവി അവതാളത്തിലാക്കും എന്നുള്ള ആശങ്ക ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു. തമ്പാനൂരിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചാണ് അതിപ്പോൾ രാജ്ഭവന് മുന്നിലെത്തിയിരിക്കുന്നു. അവിടെ ഉദ്യോഗാർത്ഥികൾ 300-ലധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സമാനമായ രീതിയിൽ കോഴിക്കോടും ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അസം, മേഘാലയ സംസ്ഥാനങ്ങളിലെ പ്രളയത്തിൽ 31 പേർ മരിച്ചു എന്ന വിവരം. 3000-ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. അസമിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങൾ നൽകാൻ നിതിൻ അംബുജനുണ്ട്. നിതിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അസം, മേഘാലയ ഇടങ്ങളിലെ പ്രളയത്തെക്കുറിച്ച് പറയുകയാണ്. അതിശക്തമായ രീതിയിൽ പ്രളയം അവരുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. 31 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതൊരു സ്ഥിരീകരിച്ച റിപ്പോർട്ടാണോ? 3000-ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ് എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് അസമിലെ മേഘാലയയിലെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ?
ഗോപി, കഴിഞ്ഞ 5 ദിവസമായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മഴ ഇപ്പോൾ അനുഭവപ്പെടുന്നത് മേഘാലയ, അസം സംസ്ഥാനങ്ങളിലാണ്. അതിൽ തന്നെ അസമിലെ ഗുവാഹട്ടിയിൽ അതിശക്തമായ മഴ അനുഭവപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 28 ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് 28 ജില്ലകളിലായി 30,000-ഓളം ഗ്രാമങ്ങൾ ഇത്തരത്തിൽ അതിരൂക്ഷമായ ഒരു വെള്ളപ്പൊക്കം ഈ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നാണ്. മറ്റൊന്ന് 43,000-ഓളം ഹെക്ടർ കൃഷിനാശം അവിടെ സംഭവിച്ചിട്ടുണ്ട്. 31 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക്. കൂടാതെ വൻ നാശനഷ്ടം ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. മേഘാലയയിലെ മലയോര മേഖലകളടക്കം മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ NDRFന്റെ വലിയൊരു സന്നാഹം ഈ സംസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഈ സംഘങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി സംസാരിച്ചിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും സംസ്ഥാനങ്ങൾക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായി തന്നെ മഴയുടെ കാഠിന്യം കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിവരം നൽകുന്നു. റെഡ് അലർട്ടാണ്. മരണം എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതാണോ നിതിൻ? ഗോപി, സംസ്ഥാന സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 31 മരണം റിപ്പോർട്ട് ചെയ്തെന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായിട്ടുള്ള വിവരം. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഒരു അറിയിപ്പ് നൽകും. കാരണം നിലവിൽ ഇതുവരെ ഏകദേശം 19 മരണം സ്ഥിരീകരിച്ചതായിട്ട് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് 31 മരണം സംഭവിച്ചു എന്ന് കണക്കുകൾ വന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ വൻ കൃഷിനാശമാണ് സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത്. ബ്രഹ്മപുത്ര, മാനസ് അടക്കമുള്ള പല നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീരദേശത്തുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരമെല്ലാം തന്നെ വൈകാതെ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അസമിലും മേഘാലയയിലുമാണ് ഇപ്പോൾ മഴക്കെടുതികൾ രൂക്ഷമായിരിക്കുന്ന. ഔദ്യോഗികമായി 31 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ബ്രേക്കിംഗ് ന്യൂസിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തത്സമയം. സൈന്യം ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ അച്ചടക്കത്തിനും സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മുതൽ തുടങ്ങിയ ഒരു രീതിയുണ്ട്. അതിന് കാലാനുസൃതമായ മാറ്റം വരുത്താം. അതിനപ്പുറത്തേക്ക് ജോലിയിലെ സ്ഥിരതയില്ലായ്മ തീർച്ചയായിട്ടും ചെറുപ്പക്കാരുടെ ഇടയിൽ അനിശ്ചിതത്വവും നിരാശയും ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിരാശയും ആ പ്രതിഷേധവുമാണ് വലിയ ചെറുത്തുനിൽപ്പായി രാജ്യത്തുടനീളം വലിയ സമരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരു ആലോചനയില്ലാതെ എടുത്ത ഒരു തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തത്. കോർപ്പറേറ്റ് പ്രീണനമാണ് സത്യത്തിൽ നടക്കുന്നത്. അതേ രീതി തന്നെ സൈന്യത്തിൽ കൊണ്ടുവരാനുള്ള ഈ ശ്രമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം എന്ന് UDF ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ അപകട നിലയിലാണ്. ഒരു ക്വാർട്ടർ പിന്നിടാൻ പോവുകയാണ് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ട്. മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. ശരി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അഗ്നിപത് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക തന്നെ എന്നുള്ള നിലപാട് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിക്കാണിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. കാസർഗോഡ് ചെർക്കളയിലെ കർഷകശ്രീ പാൽ വിതരണ കേന്ദ്രത്തിൽ കവർച്ച. 3.5 ലക്ഷം രൂപ മോഷണം പോയെന്നാണ് പരാതി. ഇന്ന് പുലർച്ചെയാണ് കവർച്ച നടന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, ഇതെങ്ങനെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്? CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ചെർക്കളയിലെ കർഷകശ്രീ പാൽ വിതരണ കേന്ദ്രത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ്? ഗോപികൃഷ്ണൻ, കാസർഗോഡ് ജില്ലയിലെ വിവിധയിടങ്ങളിലേക്ക് കർഷകശ്രീ പാൽ വിതരണം ചെയ്യുന്ന മൊത്ത വിതരണ കേന്ദ്രം, ചെർക്കളയിലെ മൊത്ത വിതരണ കേന്ദ്രത്തിലാണ് ഈ കവർച്ച നടന്നിട്ടുള്ളത്. ഈ സ്ഥാപനം തുറക്കുന്നതിനായി രാവിലെ ജീവനക്കാരൻ എത്തിയപ്പോഴാണ് ഈ കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. അതിനുശേഷം ഇതിൻ്റെ സ്ഥാപന മാനേജറെ വിളിച്ചു വരുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. അതായത് ഈ വിതരണ കേന്ദ്രത്തിൻ്റെ വാതിൽ, അതായത് ഈ ഓഫീസിൻ്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഈ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ച, അതായത് ഇന്നലെ പാൽ വിതരണം ചെയ്ത് സൂക്ഷിച്ച പണം സൂക്ഷിച്ച ക്യാഷ് കൗണ്ടറിൽ നിന്നും 3.5 ലക്ഷം രൂപ, അതായത് ചില്ലറ പണം ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയാണ് കവർച്ച നടത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാനഗർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങളിൽ 3 അംഗ സംഘമാണ്, അതായത് 3 അംഗ സംഘമാണ് ഈ കവർച്ച നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചതായാണ് പോലീസ് പറയുന്നത്. ഈ പ്രദേശവും സ്ഥാപനം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം നന്നായി അറിയുന്നവരാണ് ഈ കവർച്ച
കവർച്ച നടത്തിയെന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും എത്തിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ ഇവരുടെ ഈ മോഷ്ടാക്കളെ സംബന്ധിച്ചുള്ള ദൃശ്യം കൃത്യമായി പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുള്ളതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 3.5 ലക്ഷം രൂപ ഈ വാതിൽ കുത്തി തുറന്ന് ഈ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ച 3 ലക്ഷം രൂപയുടെ മോഷണമാണ് നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീരിൽ പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെടിയേറ്റ് മരിച്ച നിലയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത്. അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ വിവരങ്ങൾ ചേരുന്നുണ്ട്. RK, എങ്ങനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മരണത്തിന് കാരണമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ RK? രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ജോലി കഴിഞ്ഞ് മടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. വെടിയേറ്റാണ് അദ്ദേഹം മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഭീകരവാദികളാണ് ഇതിന് പിന്നിൽ, ലഷ്കർ ഇ തോയ്ബ അംഗങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഈ സംഭവത്തിന് പിന്നിലുള്ള ഉത്തരവാദികളായിട്ടുള്ളവരെ പിടികൂടാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ സേന പറഞ്ഞിരിക്കുന്നത്. മേഖലയിൽ ഇപ്പോൾ സംയുക്ത സേനയുടെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരം ഈ മേഖല കേന്ദ്രീകരിച്ച് നേരത്തെ ഉണ്ടായിരുന്നു. സേനാംഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അടക്കം സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. കശ്മീരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൈബ എന്ന ഭീകരവാദ സംഘടനയാണ് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതിൽ ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. രാധാകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ബ്രേക്ക്വേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് മറുനാടൻ മലയാളികളെയും പരിഗണിക്കണമെന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ. കേരളത്തിൽ നിക്ഷേപ സന്നദ്ധരായി നിരവധി മറുനാടൻ മലയാളികളുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർക്ക് ആശങ്കയുണ്ടെന്നും അത് പരിഹരിക്കാൻ സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെന്നും ഗോകുലം ഗ്രൂപ്പിന്റെയും ഫ്ലവേഴ്സ് ടിവിയുടെയും ചെയർമാൻ കൂടിയായ ഗോകുലം ഗോപാലൻ ലോക കേരള സഭയിൽ ആവശ്യപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ എന്ന പോലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും നിരവധി മലയാളികളാണുള്ളത്. എന്നാൽ നോർക്ക റൂട്ട്സിൽ ഇവർക്ക് പ്രതിനിധികളില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന നിർദ്ദേശമാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ ലോക കേരള സഭയിൽ മുന്നോട്ട് വെച്ചത്. കേരളത്തിൽ നിന്ന് മറ്റ് 28-29 സ്റ്റേറ്റുകളും പോയി താമസിക്കുന്ന ആളുകൾ അവരെയും കൂടി റൂട്ട്സിലെ ഡയറക്ടറാക്കി മാറ്റണമെന്ന് ഞാൻ പറയുകയാണ്. അവരുടെ ചില പ്രശ്നങ്ങൾ തീർക്കാനും അല്ല അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി കൂടി ഈ റൂട്ട്സ് ആവിഷ്കരിക്കണം എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. കേരളത്തിൽ നിക്ഷേപമിറക്കാൻ തയ്യാറായി നിരവധി മറുനാടൻ മലയാളികളുണ്ട്. എന്നാൽ നിക്ഷേപമിറക്കാൻ അവർക്ക് ഭയവുമുണ്ട്. അത്തരക്കാരുടെ ആശങ്കയകറ്റാൻ നടപടി വേണമെന്നും ഗോകുലം ഗോപാലൻ ആവശ്യപ്പെട്ടു. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു ദുഷ്പ്രചരണമോ ഒരു പ്രചരണം ഇവിടെ എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഭയമുണ്ട്. അത് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ മൂലധനമായിട്ട് കൊണ്ടുവന്ന് കേരളത്തെ വലിയൊരു അഭിവൃദ്ധിയുള്ള നാടാക്കി മാറ്റാൻ സാധിക്കും. മറുനാടൻ മലയാളികളും പ്രവാസി മലയാളികളും ഒത്തുചേരുമ്പോൾ കേരളത്തിന് സാധ്യതകളേറും. ഇതിനു വേണ്ട കർമ്മ പദ്ധതി സർക്കാർ ആവിഷ്കരിക്കണമെന്നും ഗോകുലം ഗോപാലൻ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ദുബായ് ആസ്ഥാനമായ സ്റ്റഡി വേൾഡ് എഡ്യൂക്കേഷൻ ഹോൾഡിംഗ് സിഇഒയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ വിദ്യാ വിനോദ് തിരുവനന്തപുരത്തെ ലോക കേരള സഭയിലാണ് വിദ്യാ വിനോദ് ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിക്ഷേപക സാധ്യതകൾ ഏറെയാണെന്നും ഫ്ലവേഴ്സ് ടിവി ഡയറക്ടർ കൂടിയായ ഡോക്ടർ വിദ്യാ വിനോദ് കൂട്ടിച്ചേർത്തു. തൊഴിലിനെന്ന പോലെ വിദ്യാഭ്യാസത്തിനും നിരവധി മലയാളികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങളിൽ പഠനം പൂർത്തിയാക്കുന്നവരിലധികവും അവിടെ തന്നെ നിക്ഷേപവും ഇറക്കുന്നതാണ് പൊതുസാഹചര്യം. ഇതിന് മാറ്റം വരേണ്ടതുണ്ട് എന്ന് ഡോക്ടർ വിദ്യാ വിനോദ് പറഞ്ഞു. ഇപ്പം ഇന്ത്യന്ന് വെളിയിൽ പോയിട്ട് പഠിക്കുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50,000 crore റുപ്പീസാണ് വെളിയിൽ. അപ്പം അതൊന്ന്. രണ്ടാമത്തത് പൈസ ഉള്ളവർക്ക് മാത്രമല്ലല്ലോ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ പ്രിവിലേജ്. അപ്പം നമുക്കിവിടെയുള്ള നമ്മുടെ സാധാരണക്കാർക്കും പഠിക്കാനും അവരെ എംപ്ലോയബിൾ ആക്കാനും ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെറ്റപ്പ് ചെയ്യണം. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപത്തിനും സാധ്യതകളേറെയാണ്. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നേട്ടങ്ങളേറെയാണ് എന്നും ഡോക്ടർ വിദ്യാ വിനോദ് കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് കേരളത്തിൽ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെയും ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു അപ്ഗ്രഡേഷനും ചെയ്യണം. എന്നാലേ ഐ തിങ്ക് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് മാറുള്ളൂ. ആൻഡ് കുട്ടികൾ
കുറച്ചും കൂടിയും കേരളത്തിൽ എംപ്ലോയ്മെൻറ്റ് തേടി ഇന്ത്യയിൽ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഓൾഡ് ഏജ് ഹോമുകളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. 24 തിരുവനന്തപുരം. മലപ്പുറത്ത് ഗ്യാസ് സിലിണ്ടറുകൾ തൂക്കം കുറച്ച് വിൽപ്പന നടത്തുന്ന തട്ടിപ്പ് സംഘം പിടിയിലായി. ചങ്ങരംകുളം ചിയാനൂരിലാണ് സംഭവം. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ചള്ളിവെള്ളം ചൂടാക്കി പ്രഷർ കുറച്ച് സിലിണ്ടറിൽ നിറച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഷാഹദ് റഹ്മാൻ തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഷാഹദ് തിരു, ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടത്തുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഉന്മേഷ്, അല്പസമയം മുമ്പാണ് പോലീസ് ഇത് സംബന്ധിച്ച് 2 പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. മലപ്പുറം ചങ്ങരംകുളം ചിയ്യാനൂരിൽ ആളൊഴിഞ്ഞൊരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നത്. 2 പേരെയാണ് അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരെയാണ് ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവരുടെ രീതി എന്ന് പറയുന്നത് ചളിവെള്ളം ചൂടാക്കി അതിനുശേഷം അതിൽ നിന്നും ആവി ഉണ്ടാക്കി പിന്നീട് അത് റീഫില്ല് ചെയ്ത് ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇത് വിൽപ്പന നടത്തുന്നത്. ഇതിൽ ഇവരെ പിടികൂടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഒരു വാർഡ് മെമ്പർ മജീദും അതുപോലെ തന്നെ പ്രദേശത്തെ സിവിൽ പോലീസ് ഓഫീസറായ മധുസൂദനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാരത് ഗ്യാസിന്റെ വണ്ടി സ്ഥിരമായ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പോകുന്നത് കാണുകയാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു ചെറിയ ടെന്റ് കെട്ടി ആ ടെന്റിനുള്ളിൽ ഇത്തരത്തിൽ ഈ അനധികൃതമായി അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഏകദേശം 20 ദിവസത്തിലധികമായി ഇത്തരത്തിൽ ഈ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നു എന്നാണ് ഈ പിടികൂടിയ പ്രതികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ വാർത്തയോടെ ബ്രേക്കിംഗ് അവേഴ്സ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ബ്രേക്കിംഗ് അവേഴ്സിലൂടെ നമ്മൾ പരിശോധിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.